റെലവൻസി വേഴ്സസ് അഡ്മിസിബിലിറ്റി വളരെ എലിമെന്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ എവിഡൻസ് ആക്ട് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളൊരു ചെറിയൊരു പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ, ഒരു വാർത്ത, പണ്ടൊരു പേപ്പറിലൊരു വാർത്ത വന്നു. ഇതായിരുന്നു വാർത്ത: പട്ടാപ്പകൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഭാര്യയെ വെട്ടിക്കൊന്ന ഭർത്താവിനെ കോടതി വെറുതെ വിട്ടു. പട്ടാപ്പകൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഭാര്യയെ വെട്ടിക്കൊന്ന ഭർത്താവിനെ കോടതി വെറുതെ വിട്ടു. പേപ്പറിൽ വന്ന വാർത്തയായിരുന്നു, പണ്ട്, വളരെ പണ്ട്. ഈ ഒരു വാർത്ത കണ്ടിട്ട് ജനങ്ങള് സംസാരം തുടങ്ങി. അയ്യോ, അതെങ്ങനെ, അതെന്ത് പറ്റി, ഏതാ ജഡ്ജ് എന്നിവരൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇന്നത്തെ കാലത്തെ പോലെയല്ല, അന്ന് വാട്സപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഒരുപക്ഷെ ഈ വാട്സപ്പും നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ വരുന്ന കമന്റ്സുകൾ കണ്ടിട്ട് ആ വിധി പറഞ്ഞ ജഡ്ജിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതില് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ വാർത്ത കണ്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഫാക്ട്സ് ഉണ്ട്. ഒന്ന്, ഈ വൈഫ് കൊല്ലപ്പെട്ടു എന്നുള്ളൊരു ഫസ്റ്റ് ഫാക്റ്റ് ആണ്. സെക്കൻഡ് ഫാക്ട് എന്ന് പറയുന്നത്, ഈ മർഡർ നടന്നിരിക്കുന്നത് ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്. മൂന്നാമത്തെ ഫാക്ട് എന്ന് പറയുന്നത്, ഈ മർഡർ നടന്ന സമയം പകലാണ്, ഡേ ലൈറ്റിലാണ് നടന്നത്. ഈ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിരിക്കാം. യാത്രക്കാർ ധാരാളം ഉണ്ടായിരിക്കാം, കച്ചവടക്കാരുണ്ടായിരുന്നു, മാത്രമല്ല ഈ ബസ്സിലെ ജീവനക്കാരുണ്ടായിരുന്നു. ഇവരെല്ലാം ഈ സംഭവം കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ജനത്തിനൊരു സംശയം, ഇത്രയും ആൾക്കാരുടെ ഫ്രണ്ടിൽ വെച്ച് പട്ടാപ്പകൽ ഒരു ആളിനെ വെട്ടിക്കൊലപ്പെടുത്തി, അതും ഒറ്റ ഇതല്ല, ധാരാളം വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തിയ കേസിൽ എന്തുകൊണ്ട് ആ കേസിലെ പ്രതിയെ വെറുതെ വിട്ടു? അപ്പൊ അവർക്ക് തന്നെ തോന്നാം, ഒരുപക്ഷെ ജഡ്ജിന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ധാരാളം ആൾക്കാർ കണ്ടിരുന്നതല്ലേ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ആരോടെങ്കിലും ഇത് അന്വേഷിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കാമായിരുന്നല്ലോ. മാത്രമല്ല, ഇതിനെ സംബന്ധിച്ചിട്ടൊരു പേപ്പറിലൊരു ന്യൂസ് വന്നിരുന്നു. അതായത് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം വന്ന വാർത്ത എന്ന് വെച്ചാൽ പ്രതി പോലീസിനോട് കുറ്റം സമ്മതിച്ചു. പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു. ഇത് ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു, ഈ പ്രതി പോലീസിനോട് കുറ്റം സമ്മതിച്ച ഒരു കാര്യം. ഈ പോലീസിനോട് കുറ്റം സമ്മതിക്കുക എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഇപ്പോഴത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലീസിനോട് കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ അത് എല്ലാമായി നമ്മൾ കേൾക്കുന്ന സംസാരമാണ്, അയ്യോ എന്തായാലും കുറ്റം സമ്മതിച്ചില്ലേ, മിക്കവാറും അവനായിരിക്കും അത് ചെയ്തത്, അല്ലെങ്കിൽ ഒരു കാരണവശാലും പോലീസിനോട് ഒരിക്കലും കുറ്റം സമ്മതിക്കില്ലായിരുന്നു. ജനങ്ങളുടെ ഇപ്പോഴും ഏകദേശം ഒരു 60-70% ആൾക്കാരുടെ ധാരണ എന്ന് പറയുന്നത്, പോലീസിനോട് കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും അവനെ കൺവിക്ട് ചെയ്തേ പറ്റും. അങ്ങനെ ഒരു ധാരണയായിരുന്നു. നമുക്കറിയാം, ഈ പോലീസ് ഓഫീസേഴ്സ് പോലും അങ്ങനെ ഒരു ധാരണയുണ്ട്. പോലീസിനോട് കുറ്റം സമ്മതിക്കുന്നത് എന്തോ വലിയ കാര്യം എന്നുള്ള ധാരണയുണ്ട്. നമുക്ക് അറിയാം, ഈ കോടതിയിലെ പോലീസ് ഓഫീസേഴ്സ് മൊഴി നൽകുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ പോലീസ് ഓഫീസേഴ്സ് അവരോട് പ്രതി അറസ്റ്റ് ചെയ്ത സമയത്ത് പ്രതി അവരോട് കുറ്റം സമ്മതിച്ച കാര്യം പലപ്പോഴും അവര് കോടതിയിൽ ഡീപോസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് നമ്മുടെ എവിഡൻസ് ആക്ട് എഴുതിയ നമ്മുടെ ഡോക്ടർ ജെയിംസ് സ്റ്റീഫന് ഇതിന്റെ ഒരു കോൺസിക്വൻസ് അന്നേ മനസ്സിലായി. പ്രതി പോലീസിനോട് കുറ്റം സമ്മതിക്കാൻ അതിന്റെ ഒരു റിലവൻസിയെ കുറിച്ച് അദ്ദേഹം അന്ന് പഠിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പാർട്ട് 1 എവിഡൻസ് ആക്ടിലെ പാർട്ട് 1 റിലവൻസി ഓഫ് ഫാക്ട്സ് എന്ന് പറയുന്ന പാർട്ട് 1 ചാപ്റ്റർ 2 ഓഫ് ദ റിലവൻസി ഓഫ് ഫാക്ട്സ്, ആ ഹെഡിങ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഓഫ് ദ റിലവൻസി ഓഫ് ഫാക്ട്സ്. അദ്ദേഹം ചെയ്യുന്ന വെച്ചാൽ ഒരു കേസ് അല്ലെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കം, നമ്മുടെ ലീഗൽ പാർലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ട് ഇൻ ഇഷ്യൂ, നമുക്കറിയാം ഫാക്ട് ഇൻ ഇഷ്യൂ. ആ ഒരു കേസിലെ ഫാക്ട് ഇൻ ഇഷ്യൂ
തെളിയിക്കാൻ അദ്ദേഹം ചെയ്ത കാര്യം വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട റിലവൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം വളരെ വളരെ ആഴത്തിൽ അല്ലെങ്കിൽ ഒരു റിസർച്ച് തന്നെ അദ്ദേഹം നടത്തിയിരുന്നു. എന്തൊക്കെയാണ് ഈ ഫാക്ടിങ് ഇഷ്യൂ പ്രൂവ് ചെയ്യാനായിട്ടുള്ള റിലവൻറ്റ് ഫാക്ട്സ് എന്തൊക്കെയാണ് അദ്ദേഹം വളരെ റിസർച്ച് ചെയ്തു. അദ്ദേഹം കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്തു. അതിൽ നിന്ന് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം മാറ്റി നിർത്തി. അത് ആ റിലവൻ്റ് ആണെങ്കിൽ പോലും അത് പ്രൂവ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ മാറ്റി നിർത്തി. അതിന് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടുകളുണ്ട്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ ആ ചാപ്റ്ററില് സെക്കൻഡ് ചാപ്റ്റർ 2 ഓഫ് ദ റിലവൻസി ഓഫ് ഫാക്ട്സ് ഒരുപാട് ഫാക്ട്സിൽ റിലവൻ്റ് ആയിട്ടുള്ള ഫാക്ട്സിൽ ഏതൊക്കെയാണ് ഫാക്ട്സ് റിലവൻ്റ് ആണെന്ന് അത് മാത്രം പ്രൂവ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ അദ്ദേഹം ഡെലിബറേറ്റ് ആയിട്ട് ഒരു സെക്ഷൻ കൊണ്ടുവന്നു. അതായത് ആ ചാപ്റ്ററിൽ നമുക്ക് നോക്കിയാൽ കാണാം, ആ ചാപ്റ്റർ എന്ന് പറയുന്നത് സെക്ഷൻ 5 to 55 ആണ്. അതിൽ 6 to 55 റിലവൻസി ഓഫ് ഫാക്ട്സ്. ഫാക്ട്സ് ഓക്കെ, താങ്ക് യു. ഏതൊക്കെ ഫാക്ട്സ് ആണ് റിലവൻ്റ് എന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതിൽ പറയുന്ന 6 to 55 പറയുന്ന എല്ലാ ഫാക്ട്സും റിലവൻ്റ് എന്ന് അദ്ദേഹം പറയുന്നില്ല. ചില ഫാക്ട്സ് അദ്ദേഹം എന്താ പറയാ ഇർലവൻ്റ് എന്ന് പറയുന്നു. ചില സെക്ഷനിൽ ഇർലവൻ്റ് 52 നോക്കിയാൽ കാണാൻ സാധിക്കും ഇർലവൻ്റ് എന്ന് പറയുന്നു. ചിലതിൽ നോട്ട് റിലവൻ്റ് എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹം ഡെലിബറേറ്റ് ആയിട്ട് ഒരു പ്രൊവിഷൻ അദ്ദേഹം കൊണ്ടുവന്നു. ആ ഒരു ഫാക്ട് പ്രൂവ് ചെയ്യാനേ പാടില്ല. വേറൊന്നുമല്ല, പോലീസിനോട് നടത്തുന്ന കൺഫെഷൻ. നമുക്കെല്ലാം അറിയാവുന്നതാണ് സെക്ഷൻ 25. സെക്ഷൻ 25 അദ്ദേഹം വളരെ ബോധപൂർവ്വം ഈ ഒരു ചാപ്റ്ററിലേക്ക്, ചാപ്റ്റർ 2 റിലവൻസി ഓഫ് ഫാക്ട്സ്, ഓഫ് ദ റിലവൻസി ഓഫ് ദ ഫാക്ട്സ്, ഏതൊക്കെ ഫാക്ട്സ് ആണ് റിലവൻസി എന്ന് പറയുന്ന ഫാക്ട്സ്, ആ ചാപ്റ്ററിലേക്ക് അദ്ദേഹം ബോധപൂർവ്വം കൺഫെഷൻ ടു എ പോലീസ് ഓഫീസർ നോട്ട് ടു ബി പ്രൂവ്ഡ്, പോലീസ് ഓഫീസറിന്റെ അടുത്ത് നടത്തുന്ന കൺഫെഷൻ തെളിയിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. അതൊരു ടോട്ടൽ ബാനായിട്ട് തന്നെയാണ് അദ്ദേഹം ആ സെക്ഷൻ 25 കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാം, ഈ പോലീസ് ഓഫീസിന്റെ അടുത്ത് കൺഫസ് ചെയ്താൽ പോലും ആ ഒരു ഫാക്ട് ആരുടെ മനസ്സിലേക്കാണ് വരുന്നത്. ഇപ്പൊ ഈവൻ ജഡ്ജിന്റെ മനസ്സിലേക്ക് വന്നാൽ പോലും ജഡ്ജിന് ഒരു പ്രെജുഡിസ് അതിനെ സംബന്ധിച്ചുണ്ടാവാം, ഒരു മുൻ വിധി. കാര്യം വെച്ചാൽ എന്തായാലും ഈ പ്രതി പോലീസിനോട് കുറ്റം സമ്മതിച്ചതല്ലേ. അപ്പൊ ആ ഒരു പ്രെജുഡിസ് ജഡ്ജിന്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സെക്ഷൻ 25 ടോട്ടൽ ബാൻ കൊണ്ടുവന്നത്. അപ്പം നമ്മുടെ, അതായത് ഡിഫൻസ് ലോയേഴ്സിന്റെ ഡ്യൂട്ടിയാണ് ഏതെങ്കിലും പോലീസ് ഓഫീസർ കോടതിയിൽ ഡിപ്പോസ് ചെയ്യുന്ന സമയത്ത് പ്രതിയുടെ കൺഫെഷനെ കുറിച്ച് പറഞ്ഞാൽ അവിടെ അത് തടയുക എന്നുള്ളത് ഡിഫൻസ് ലോയറിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും ചില ഈ പോലീസ് ഓഫീസർ ഈ പറയുന്ന കൂട്ടത്തിലെ കൺഫെഷൻ, പ്രതി പോലീസ് ഓഫീസറിലൊക്കെ സംബന്ധിച്ച കൺഫെഷൻ കൂടെ ഇങ്ങനെ മൊഴിയായിട്ട് പറയാറുണ്ട്. ചില കോടതികൾ അത് റെക്കോർഡ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്യാൻ പാടില്ല. റെക്കോർഡ് ചെയ്യുക മാത്രമല്ല, അത് കോടതി കേൾക്കാൻ പോലും പാടില്ല. അപ്പൊ ഏതെങ്കിലും പോലീസ് ഓഫീസർ കോടതിയുടെ മുന്നിൽ വന്നിട്ട് പ്രതിയുടെ കൺഫെഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 25 ബലത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പറയാനായിട്ട് സമ്മതിക്കാൻ, പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് നമുക്ക് ഉണ്ട്. കോടതിയുടെ മുന്നിൽ ഒരിക്കലും ഈ കൺഫെഷൻ പറയാൻ പറ്റില്ല. അപ്പൊ ഇത് ജനത്തിന്റെ ധാരണയാണ്, ഈ പോലീസിനോട് കൺഫസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തോ വലിയ കാര്യമാണ്. അത് പോലീസിന്റെ കാര്യം. നമുക്ക് ഇനി കോടതിയിലേക്ക് നോക്കാം. കോടതിയിലുള്ള കൺഫെഷൻ, ഒരു ആരെങ്കിലും കോടതിയിൽ മുന്നിൽ വന്ന് കുറ്റം സമ്മതിച്ചാൽ ഉള്ളൊരു കാര്യം. നമ്മൾ സിനിമയിൽ പലപ്പോഴും ഈ ഒരു സീന് നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഒരുപാട് കൈയടിച്ചിട്ടുള്ള ഒരു സീനാണ്. ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് റിഫ്ലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നായകനെ കോടതി അവസാനം വിധി പറയാനായിട്ട്, ഒരു മേർഡർ കേസിൽ നായകനെ വിധി പറയാനായിട്ട് കോടതി കൂടി. അപ്പോഴാണ് യഥാർത്ഥത്തില് ഈ കൊലപാതകം ചെയ്ത വ്യക്തിക്ക് ഒരു മനസ്സാന്തരം വരികയും അദ്ദേഹം അത് കോടതിയിൽ ചെന്ന് അത് കുറ്റസമ്മതം നടത്താനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു. പഴയ ഒരു സിനിമയിലെ സീനായിരിക്കണം. അപ്പൊ അദ്ദേഹം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് അറിയിപ്പം കോടതി നായകനെ ശിക്ഷിക്കാനായിട്ടുള്ള
സമയമായിട്ടുണ്ട്. ഇദ്ദേഹം നേരെ സൈക്കിൾ എടുത്ത് ഇങ്ങനെ ചവിട്ടി പോവുകയാണ്. അന്നത്തെ കാലം പഴയ കാലമാണ്, സൈക്കിൾ എടുത്ത് ചവിട്ടുകയാണ്. ഈ സൈക്കിളും എടുത്ത് കാണുമ്പോൾ അങ്ങനെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക തിയേറ്ററിൽ നിന്ന്. കാര്യം വെച്ചാൽ വളരെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൈയടിക്കുന്നു. അപ്പുറത്തേക്ക് സീൻ മാറി വരുന്നു. കോടതിയിൽ ജഡ്ജി വിധി പറയാൻ റെഡിയാവുന്നു. അദ്ദേഹം സീൻ മാറി വരുന്നു. സൈക്കിളിൽ ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. റെയിൽവേ ക്രോസ് വരുന്നു. നമ്മൾ ഗേറ്റ് അടയ്ക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നു, എത്രയും പെട്ടെന്ന് ട്രെയിൻ പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ട്രെയിൻ പോകുന്നു. വീണ്ടും നമ്മൾ കൈയടിക്കുന്നു. അവസാനം വിധി പറയാനായിട്ട് പോയ നിമിഷം ഇദ്ദേഹം വളരെ വളരെ ഫാസ്റ്റ് ആയിട്ട് കോടതിയിലേക്ക് ചെന്നിരിക്കുന്നു. അപ്പം ജഡ്ജി ഇങ്ങനെ വിധി പറയാനായിട്ടുള്ള ലാസ്റ്റ് മൊമെന്റ് ആണ്. പേന എടുക്കുന്നു. കോടതി വളരെ സൈലന്റ് ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പതുക്കെ കോടതിയിലേക്ക് കയറുന്നു. കയറിയിട്ട് പറയുന്നു, ബഹുമാനപ്പെട്ട കോടതി, എനിക്കൊരു കാര്യം ബോധിപ്പിക്കാം. അപ്പൊ എല്ലാവരും ഇദ്ദേഹത്തിനെ നോക്കുന്നു. അദ്ദേഹം പറയുന്നു, ഈ ബാബുമോനെ കൊന്നത് ഈ കൂട്ടു നിൽക്കുന്ന ആളല്ല, ഞാനാണ്. അപ്പൊ ഇത് കേട്ട മാത്രയില് സിനിമയിലെ സീനാണ്. ജഡ്ജി എന്ത് ചെയ്യുന്നു വെച്ചാൽ കൂട്ടു നിൽക്കുന്ന നായകനെ വെറുതെ വിടുന്നു. ഈ വന്ന് കുറ്റം സംബന്ധിച്ച ആളിനെ ശിക്ഷിക്കും. ഇത് ജനത്തിന്റെ മനസ്സിൽ കാണുന്ന ഒരു സീനാണ്. അപ്പൊ അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലീസിനോടുള്ള കൺഫെഷൻ ഇവിടെ വന്നതെന്ന് വെച്ചാല് കോടതിയോട് നമ്മൾ കൺഫസ് ചെയ്യുന്ന ഒരു കാര്യം. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പലരെ സംബന്ധിച്ചിടത്തോളം റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട്. പക്ഷെ ഇത് അഡ്മിസിബിൾ ആണോ അല്ലെങ്കിൽ നമ്മൾക്ക് അത് കുറെ മനസ്സിലാക്കാൻ സാധിക്കും പോലീസിനോട് നടക്കുന്ന കൺഫെഷനും അഥവാ ഈ പറഞ്ഞ രീതിയിൽ കോടതിയോട് നടക്കുന്ന ഒരു കൺഫെഷനും റിലവൻ്റ് അല്ല എന്നുള്ള കാര്യം നമുക്ക് പൂർണ്ണമായിട്ട് നമുക്കറിയാം. അപ്പം ഈ ഒരു റിലവൻസി എന്ന് പറയുന്ന സംഭവം നമ്മുടെ എന്താ പറയാ ഹ്യൂമൻ എക്സ്പീരിയൻസ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലോജിക്ക് കൊണ്ടുണ്ട് ഫോം ചെയ്യുന്ന സംഭവമാണ് റിലവൻസി എന്ന് പറയുന്നത്. പക്ഷെ അഡ്മിസിബിലിറ്റി എന്ന് പറയുന്നത് അതല്ല. അവിടെ അഡ്മിസിബിലിറ്റി എന്ന് പറയുന്നത് റിലവൻ്റ് ആയാൽ പോലും അത് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അത് ലീഗലി അഡ്മിസിബിൾ ആയിരിക്കും. ഇത്ര ഞാൻ ചെറുതായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഇനി ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ കുറച്ച് നമ്മളെ ഈ ക്രോസ് എക്സാമിനേഷനിലും ആർഗ്യുമെന്റിലും വരുന്ന ചില കാര്യങ്ങൾ, അതായത് ലോയേഴ്സ് എന്നത് റിലവൻ്റ് ആണെന്ന് അവർ ധരിക്കുന്നുണ്ട്. കേൾക്കുന്ന മാത്രയിൽ കോടതിക്കും തോന്നാം അത് റിലവൻ്റ് ആണെന്ന് തോന്നാം. പക്ഷെ അത് ലീഗലി അഡ്മിസിബിൾ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ വന്ന ഒന്നോ രണ്ടോ കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ, കാര്യം സമയക്കുറവുണ്ട്. ഒന്നോ രണ്ടോ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട് പോകും. ആദ്യമായിട്ട് ഒരു ക്രോസ് എക്സാമിനേഷൻ സമയത്ത് ഡിഫൻസ് ലോയർ ഒരു സാക്ഷിയോട് ചോദിച്ച ചോദ്യം, നിങ്ങളെ പോലീസ് കണ്ട് ചോദിച്ച സമയത്ത് ഈ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോലീസിനോട് പറഞ്ഞു കൊടുത്തിരുന്നു. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പോലീസിന് നിങ്ങൾ മൊഴി കൊടുത്ത സമയത്ത് അല്ലെങ്കിൽ പോലീസിന് നിങ്ങളെ കണ്ട് ചോദിച്ച സമയത്ത് നിങ്ങൾക്ക് ഈ കേസിനെ കുറിച്ച് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോലീസിനോട് പറഞ്ഞിരുന്നു. നാച്ചുറലി ഏതൊരു സാക്ഷിയും കൂട്ടുനിന്ന് സമ്മതിക്കും, ഞാൻ പോലീസിനോട് എനിക്കറിയാവുന്ന, അല്ലാതെ ഒരു സാക്ഷിയും പറയാറില്ല. സാക്ഷി സമ്മതിക്കും, എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിന് പറഞ്ഞു കൊടുത്തു. ഈ ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹം ചോദിക്കാൻ കാരണം എന്ന് പറയുന്നത്, ഈ സാക്ഷി കോടതിയിൽ മൊഴി നൽകിയ സമയത്ത് പോലീസിനോട് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടാതെ അധികമായിട്ട് കുറച്ച് കാര്യങ്ങൾ കോടതിയിലേക്ക് മൊഴി നൽകി. അപ്പൊ ആ ഡിഫൻസ് ലോയർ ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കാം പറയുന്നത്, ആ സാക്ഷി കോടതിയിൽ അഡ്മിറ്റ് ചെയ്തതാണ്, അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ ആ പോലീസിനോട് പറഞ്ഞതിൽ നിന്നും അധികമായിട്ട് കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കളവാണ്. അല്ലെങ്കിൽ അത് കോടതിക്ക് അത് വിശ്വസിക്കാൻ, അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം ഈ സാക്ഷിക്ക്
പോലീസിനോട് മൊഴി പറഞ്ഞതിന് ശേഷം ആ സാക്ഷിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഒന്നുകിൽ ആ സാക്ഷിക്ക് പ്രോസിക്യൂട്ടർ പറഞ്ഞു കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ സാക്ഷിക്ക് പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്താൽ. അതുകൊണ്ട് ഈ സാക്ഷിയുടെ നോളജിൽ പെടുന്ന കാര്യങ്ങളല്ല കോടതിയിൽ അധികമായിട്ട് പറഞ്ഞ കാര്യം. തീർച്ചയായിട്ടും അത് ഈ ഒരു ആംഗിളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പോലീസിനോട് പറഞ്ഞപ്പോൾ അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ കോടതിയിലേക്ക് വന്ന അതിനുശേഷം കോടതിയിലേക്ക് വന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ കോടതി പറയുന്നു. സാക്ഷി എന്നെ കോടതി സമ്മതിച്ചതാ, എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിനോട് പറഞ്ഞിരുന്നു. അപ്പൊ അധികമായിട്ട് പറഞ്ഞത് തീർച്ചയായിട്ടും ആ സാക്ഷിക്ക് എവിടെന്നെങ്കിലും കിട്ടിയ അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിച്ച കാര്യമായിരിക്കാം. നോക്കുമ്പോൾ ലോജിക്കലി വളരെ റിലവൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അത് കേൾക്കുന്ന മാത്രയിൽ നമുക്ക് വളരെ റിലവൻ്റ് ആയിട്ട് തോന്നും. പക്ഷെ ഇത് ലീഗലി അഡ്മിസിബിൾ ആണോ? അതായത് ഈ സാക്ഷി അധികമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു റീസണിൽ ഇത്രയും മാത്രം ചോദിച്ചതുകൊണ്ട് അല്ലെങ്കിൽ സാക്ഷി ഇത്രയും മാത്രം സമ്മതിച്ചുകൊണ്ട് നമുക്ക് കോടതിക്ക് അത് അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് അതിന്റെ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ അവസാന സമയം കിട്ടുമ്പോൾ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വേറൊരു കേസില് ഒരു പ്രതി വേറൊരാളിനെ ട്രെയിൻ വരുന്ന സമയത്ത് ഒരു മൂവിങ് ട്രെയിനിന്റെ ഫ്രണ്ടിലേക്ക് തള്ളിയിടുന്നു. ഇയാളുടെ ഭാഗ്യം കൊണ്ട് എന്താ സംഭവിച്ചാൽ ഇയാൾ മരിച്ചില്ല. പകരം ചെറിയ കുറച്ച് മുറിവ് മാത്രം പറ്റുന്നു. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. ഈ പ്രതിക്കെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്ത പോലീസ് ഓഫീസർ ആ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. അപ്പൊ പോലീസ് ഓഫീസർ നോക്കിയപ്പോൾ വെറും കുറച്ച് ഇഞ്ചുറീസ് മാത്രമേ ഉള്ളൂ. ആ പോലീസ് ഓഫീസർ എന്താ ചെയ്തെന്ന് വെച്ചാൽ എഫ്ഐആർ ലിറ്റർ സെക്ഷൻ 324 IPC 324 മാത്രം കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നു. ഫൈനലി ഈ കേസിന്റെ പോലീസ് റിപ്പോർട്ട്, അതായത് ഫൈനൽ റിപ്പോർട്ട് അഥവാ ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത് കൊടുത്തൊരു സുപ്പീരിയർ പോലീസ് ഓഫീസർ ആയിരുന്നു. അദ്ദേഹം ഈ കേസ് പഠിച്ചിട്ട് അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ ചാർജ് ഷീറ്റ് കൊടുത്ത സമയത്ത് സെക്ഷൻ 307 നമുക്കറിയാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് IPCയിലുള്ള സെക്ഷനാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സെക്ഷൻ അതിലുണ്ടോ എന്ന് ചോദിച്ച സംശയമാണ്. 307 ഒന്ന് ഞാൻ വായിക്കാം. Whoever does any act with the intention or knowledge and under such circumstances that if he by the act caused death he would be guilty of murder shall be punished with imprisonment. അപ്പൊ ഇത് ഒരു ലോയറിന്റെ കയ്യിലേക്ക് കേസ് കിട്ടി. അപ്പൊ ലോയർ നോക്കിയപ്പോൾ എഫ്ഐആർ ലിറ്റിക്കുന്ന സെക്ഷൻ വെറും 324. ഫൈനൽ റിപ്പോർട്ട് കൊടുത്ത സമയത്ത് അതിൽ സെക്ഷൻ 307. ഇതങ്ങനെ വിട്ടാൽ കൊള്ളില്ലല്ലോ, അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഇഞ്ചേർഡ് കോടതിയിലെ സാക്ഷിയായിട്ട് വന്ന സമയത്ത് അദ്ദേഹം ക്രോസ് എക്സാമിനേഷനിൽ ഇഞ്ചേർഡിനോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ പോലീസിന് മൊഴി കൊടുത്ത സമയത്ത് ആ 307 ഇൻഗ്രീഡിയൻസ് ഇല്ല എന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ചോദിച്ചു. നിങ്ങൾ പോലീസിനോട് മൊഴി കൊടുത്ത സമയത്ത് പ്രതി നിങ്ങളെ ട്രെയിനിലേക്ക് മുന്നിൽ തള്ളിയിട്ടത് നിങ്ങളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടെയോ അഥവാ അങ്ങനെ നിങ്ങൾ മരിക്കും കൊല്ലപ്പെടും എന്നുള്ള ഒരു അറിവോടുകൂടിയോ ആണെന്ന് നിങ്ങൾ പോലീസിനോട് മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ അൺനെസസറി ആണ്. കാര്യം ഈ സാക്ഷി കോടതിയിൽ എക്സാമിനേഷൻ ചീഫിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇങ്ങനെ പ്രതി ട്രെയിനിലേക്ക് എന്നെ മുന്നിലേക്ക് തള്ളിയിട്ടത് എന്നെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ ഞാൻ കൊല്ലപ്പെടും എന്നുള്ള അറിവോട് കൂടിയാണ് തള്ളിയിട്ടെന്ന് ഒരിക്കലും കോടതിയിൽ മൊഴി നൽകിയിട്ടില്ല. പിന്നെ എന്താണ് ലോയർ അദ്ദേഹത്തിന്റെ അടുത്ത്
പോലീസിനോട് ഇങ്ങനെ മൊഴി നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചതിനെ കുറിച്ച് എനിക്കറിയില്ല. ഒരുപക്ഷെ ഗാലറി ക്രോസ് എക്സാമിനേഷനും ഇവൻ അതർവൈസ് ആ ഒരു ചോദ്യം പെർമിസിബിൾ അല്ല. സെക്ഷൻ 162 CRPC പ്രകാരം ആ ഒരു ക്വസ്റ്റ്യൻ പെർമിസിബിൾ അല്ല. കാര്യം വെച്ചാൽ അത് കോൺട്രഡിക്ഷൻ അല്ല. ചീഫ് എക്സാമിനേഷനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ചീഫ് എക്സാമിനേഷൻ പറയാത്ത കാര്യം സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഇതിന് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം വെറുതെ എങ്ങനെ ചോദിച്ചു. നെക്സ്റ്റ്, ഈ നമ്മുടെ പോലീസ് റിപ്പോർട്ട് നൽകിയ പോലീസ് ഓഫീസർ വന്നു. ഈ പോലീസ് ഓഫീസർ വന്ന സമയത്ത് ഈ ലോയർ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഈ ആ സാക്ഷിയുടെ FI സ്റ്റേറ്റ്മെന്റ് എടുത്ത് കയ്യിലേക്ക് കൊടുത്തു. നോക്കൂ, ഇതിലെവിടെയെങ്കിലും ആ സാക്ഷി ഈ പ്രതി ഇപ്രകാരം ട്രെയിനിലേക്ക് തള്ളിയിട്ടത് കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ കൊല്ലപ്പെടും എന്നുള്ള അറിവോടുകൂടിയോ 307 ഇൻഗ്രീഡിയൻസ് അങ്ങനെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്? ആ ക്വസ്റ്റ്യനും പെർമിസിബിൾ അല്ല. കാര്യം വെച്ചാൽ ആ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തതല്ല ഈ ചാർജ് ഷീറ്റ് നൽകിയ വ്യക്തി, പോലീസ് ഓഫീസർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സാക്ഷിനെ കൊണ്ട് 307 അട്രാക്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഇല്ല എന്ന് വരുത്തി. അപ്പൊ ആ സാക്ഷി പറഞ്ഞു അങ്ങനെ മൊഴി കൊടുത്തിട്ടില്ല. സാക്ഷി കുറെ ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ എന്തിനാ നിങ്ങൾ 307 ഇട്ട് കുറ്റപത്രം നൽകി എന്ന് പറഞ്ഞ് ആ സാക്ഷി കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തു. തീർച്ചയായിട്ടും ആ ഡിഫൻസ് ലോയറിന്റെ ആർഗ്യുമെന്റ് ഇതായിരിക്കും, ഇൻജേർഡിന് 307 കേസ് ഇല്ല. ആ കേസ് അന്വേഷണ FIR രജിസ്റ്റർ ചെയ്ത അവർക്ക് കേസില്ല, അന്വേഷണ സമയത്ത് കേസില്ല, 307 കേസില്ല. അവസാനം ഫൈനൽ റിപ്പോർട്ട് നൽകിയ ആ പോലീസ് ഓഫീസർക്ക് മാത്രം 307. കോടതിയും ചാർജ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് 307. എവർക്കൊന്നും ഇല്ലാത്ത കേസിൽ എങ്ങനെയാ ആ പ്രതിയെ കൺവിക്ട് ചെയ്യാം? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് ലോജിക്കലി വളരെ കറക്റ്റാണ്. സാക്ഷിക്ക് ഇല്ലാത്തൊരു കേസ് കോടതിക്ക് എങ്ങനെയാ 307 കൺവിക്ട് ചെയ്യാൻ സാധിക്കുക? സാധാരണ ഇതില് ഈ നമ്മുടെ ഈ 279 എന്ന് പറയുന്നത് നമ്മുടെ ആക്സിഡന്റില് നെഗ്ലിജന്റ് ഡ്രൈവിംഗ് സംബന്ധിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഹൂവർ ഡ്രൈവ്സ് എനി വെഹിക്കിൾ ഓർ റൈഡ്സ് ഓൺ എനി പബ്ലിക് വേ in a manner so rash or negligent so as to endanger human life or to likely to cause hurt or injury to any other person shall be punished. ഇതില് നമുക്ക് നോക്കിയ ഒരുപാട് ജഡ്ജ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു സാക്ഷിയും കോടതിയില് ഈ പ്രതി നെഗ്ലിജന്റ് ആയിട്ടോ അല്ലെങ്കിൽ റാഷ് ആയിട്ടോ നെഗ്ലിജന്റ് ആയിട്ടോ ഡ്രൈവ് ചെയ്തു എന്നുള്ളൊരു മൊഴി നൽകിയില്ല എന്ന്. ആ മൊഴി നൽകാത്തത് കൊണ്ട് പ്രോസിക്യൂഷൻ സെക്ഷൻ 279 പ്രൂവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അക്വിറ്റ് ചെയ്ത ഒരുപാട് ജഡ്ജ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. സാക്ഷി ഡിപ്പോസ് ചെയ്ത സമയത്ത് ഒരു സാക്ഷി പോലും പ്രതി നെഗ്ലിജന്റ് ആയിട്ടോ റാഷ് ആയിട്ടോ നെഗ്ലിജന്റ് ആയിട്ടോ ഡ്രൈവ് ചെയ്തു എന്ന് പറഞ്ഞൊരു മൊഴി നൽകിയില്ല. സോ പ്രോസിക്യൂഷൻ 279 പ്രൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രതിയെ അക്വിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ജഡ്ജ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചില ജഡ്ജ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. സാക്ഷി കോടതിയിലെ മൊഴി നൽകിയ സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് മൊഴി നൽകി, പ്രതി റാഷ് ആയിട്ട് അല്ലെങ്കിൽ നെഗ്ലിജന്റ് ആയിട്ട് ഡ്രൈവ് ചെയ്തു, അതുകൊണ്ട് പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രതി റാഷ്ലി നെഗ്ലിജന്റ് ഡ്രൈവ് ചെയ്തു, പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്, പ്രതിയെ കൺവിക്ട് ചെയ്യുന്നു. അപ്പം ഒരു റാഷ്നെസ് അല്ലെങ്കിൽ നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഒരു ഇന്റൻഷൻ വാക്കുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ക്വസ്റ്റ്യൻ. വെറുതെ സാക്ഷി വന്ന് ആ പ്രതി നെഗ്ലിജന്റ് ആയിരുന്നു അല്ലെങ്കിൽ ആ പ്രതിക്ക് ഇന്റൻഷൻ ഉണ്ടെന്ന് ഓർലി ഡിപ്പോസ് ചെയ്താൽ, കോടതിയിൽ സാക്ഷി മൊഴി നൽകിയാൽ ആ നെഗ്ലിജൻസ് പ്രൂവ്ഡ് ആണോ അല്ലെങ്കിൽ ഇന്റൻഷൻ പ്രൂവ്ഡ് ആണോ? നമ്മുടെ എല്ലാം ധാരണ അതാണ്. നമുക്ക് കോടതിയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, പ്രോസിക്യൂട്ടേഴ്സ് ഈ സാക്ഷിനെ കൊണ്ട് ഈ ഒരു വേർഡ് നെഗ്ലിജൻസ് അല്ലെങ്കിൽ നമുക്ക്
മിക്കവാറും കാണാൻ സാധിക്കുന്ന ഒരു എന്ന് പറയുന്നത് സെക്ഷൻ 308 പ്രോസിക്യൂട്ടേഴ്സ് കാണുന്ന ബുദ്ധിമുട്ട്. കാര്യം സാക്ഷിയെ കൊണ്ട് അതിലൊരു സ്ഥിരം സെന്റൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ തലയ്ക്ക് നേരത്തെ അടിച്ചു, ഞാൻ ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ എന്റെ മരണം വരെ സംഭവിക്കുമായിരുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു സ്റ്റേറ്റ്മെന്റ് പോലീസ് ഡെലിബറേറ്റ് ആയിട്ട് എഴുതി ചേർത്താണ്. കാര്യം വെച്ചാൽ ഒരു സാക്ഷി പോലും ഒരു ഇഞ്ചോട് പോലും ഒരിക്കലും പോലീസ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകില്ല. എന്റെ തലയ്ക്ക് നേർക്ക് അടിച്ചു എന്ന സ്റ്റേറ്റ്മെന്റിൽ ഒഴിഞ്ഞു മാറിയില്ലായിരുന്നുവെങ്കിൽ അത് എനിക്ക് മരണം സംഭവിക്കുമായിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഒരു സാക്ഷി നൽകില്ല. പോലീസ് 308 അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെലിബറേറ്റ് ആയിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ്, സാക്ഷിയുടെ സ്റ്റേറ്റ്മെന്റ് അതിൽ എഴുതി ചേർക്കുന്നതാണ്. നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചീഫ് എക്സാമിനേഷനിലെ സാക്ഷിയെ കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് കോടതിയിൽ പറയിപ്പിക്കാറുണ്ട്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ നെഗ്ലിജൻസ് എന്താ സാക്ഷി പറഞ്ഞാൽ നെഗ്ലിജൻസ് പ്രൂവ്ഡ് ആവും, അല്ലെങ്കിൽ പ്രതിക്ക് ഇന്റൻഷനോടുകൂടി ചെയ്തു എന്ന് സാക്ഷി പറഞ്ഞാൽ അത് ഇന്റൻഷൻ പ്രൂവ്ഡ് ആവുന്നു? ആവുമോ? ഇല്ല, അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ഒരു നെഗ്ലിജന്റ് ആക്ട് അല്ലെങ്കിൽ നെഗ്ലിജൻസ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എങ്ങനെ പ്രൂവ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷി പറയുന്നതല്ല പ്രതി നെഗ്ലിജന്റ് ആയിട്ട് അല്ലെങ്കിൽ റാഷ് ആയിട്ട് വണ്ടി ഓടിച്ചു എന്ന് പറയുന്നതല്ല. പക്ഷെ അത് തെളിവില് അങ്ങനെ ഒരു രീതി തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എങ്ങനെയാ ചെയ്യുന്ന വെച്ചാല് ആ പ്രതി എങ്ങനെയാണോ വാഹനം ഓടിച്ചത് ആ ഓടിച്ച രീതി ആ സാക്ഷി കോടതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ എങ്ങനെ റാഷായിട്ട് ഓടിച്ചു, ആ വാക്കല്ല, എങ്ങനെ വണ്ടി ഓടിച്ചു എന്നുള്ള രീതിയിൽ പ്രതി ചെയ്ത ആക്ട് കോടതിയിലേക്ക് സാക്ഷി പറയും. അതിൽ നിന്നാണ് കോടതിയാണ് അത് തീരുമാനിക്കുന്നത്. അങ്ങനെ ചെയ്താൽ അത് നെഗ്ലിജന്റ് ആവുമോ ഇല്ലയോ. അല്ല സാക്ഷിയല്ല അത് കോടതിയിൽ പ്രതി നെഗ്ലിജന്റ് ആയിരുന്നു അല്ലെങ്കിൽ പ്രതിക്ക് ഇന്റൻഷൻ ഉണ്ടായിരുന്നു എന്ന് സാക്ഷിയല്ല കോടതിയിലേക്ക് പറയുന്നത്. ഓക്കെ, അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഇക്കാര്യങ്ങൾ. അതുപോലെ നമുക്ക് വേറൊരു റിലവന്റ് എന്ന് നമ്മൾ ധരിക്കുന്ന ഒരു ഉദാഹരണം ഉണ്ട്. അതായത് നമുക്കെല്ലാം അറിയാം 138 കേസിൽ, നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിൽ 138 കേസിൽ സാധാരണ കാണുന്ന വെച്ചാൽ ഈ കംപ്ലൈനന്റ് ഒന്ന് രണ്ട് പഴയ ജഡ്ജ്മെന്റ്സ് ഹാജരാക്കും. പ്രതിയെ 138 നേരത്തെ കൺവിക്ട് ചെയ്ത 1-2 ജഡ്ജ്മെന്റ്സ് ഹാജരാക്കും. അപ്പൊ അവിടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഈ പ്രതി ഇങ്ങനെ 138 കുറ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഫണ്ട്സ് ഇല്ലാതെ, അക്കൗണ്ടില് ഫണ്ട്സ് ഇല്ലാതെ ചെക്ക് കൊടുക്കുന്ന ഒരു ശീലം ഉള്ളൊരു വ്യക്തിയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ. ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ചില കോടതി അത് ജഡ്ജ്മെന്റിൽ അത് മെൻഷൻ ചെയ്യാറുണ്ട്. ഈ നേരത്തെ പ്രതിയെ കൺവിക്ട് ചെയ്ത ജഡ്ജ്മെന്റ്സിന്റെ പ്രതി ഇങ്ങനെ നേരത്തെ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഒരു ചിലപ്പോൾ അത് മെൻഷൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. പക്ഷെ അത് നമുക്കറിയാം മെൻസ്രിയ എന്ന് പറയുന്ന സംഭവം ഒട്ടും തന്നെ വേണ്ടാത്തൊരു പീനൽ പോർഷനാണ് 138. പക്ഷെ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും ഈ കംപ്ലൈന്റില് ഈ എന്താ പറയാ പ്രതി അക്കൗണ്ടിൽ പണം ഇല്ല എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് ഈ ചെക്ക് അന്യായക്കാരൻ നൽകി എന്നുള്ളൊരു സെന്റൻസ് മിക്കപ്പോഴും മിക്ക കംപ്ലൈന്റിൽ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ തീർച്ചയായിട്ടും അത് ലോജിക്കലി കറക്റ്റ് ആണ്. പ്രതി നേരത്തെയൊക്കെ എങ്ങനെ ചെക്ക് കൊടുത്തിട്ടുണ്ടെന്നും ആ ചെക്ക് എല്ലാം ബൗൺസ് ആയിട്ടുണ്ടെന്നും അത് കേസ് ആയിട്ടുണ്ടെന്നും അതിൽ പ്രതിയെ കൺവിക്ട് ചെയ്തിട്ടുണ്ടെന്നും ലോജിക്കലി കറക്റ്റ് ആണ്. പക്ഷെ അത് ലീഗലി ഇങ്ങനെ ഒരു 3-4 കൺവിക്ട് ചെയ്ത ജഡ്ജ്മെന്റ്സ് ഹാജരാക്കിയിട്ട് ആ പ്രതിക്കെതിരെ അതിന്റെ ബേസിസിൽ ഈ പ്രതി ഈ കേസിലും അങ്ങനെ ചെക്ക് കൊടുത്തു എന്ന് ഇൻഫർ ചെയ്യാൻ സാധിക്കുമോ? ലോജിക്കലി കറക്റ്റ് ആണ്, പക്ഷെ ലീഗലി അഡ്മിസിബിൾ ആണ്. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ നമ്മുടെ ലോജിക്കലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന സംഭവമാണ് ഹിയർസേ, കേട്ടുകേൾവി. ഈ ഹിയർസേ എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ റിലവന്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഈവൻ നമ്മുടെ ഇപ്പോഴത്തെ പോലീസ് ഓഫീസേഴ്സിന് പോലും ഹിയർസേ എന്ന് പറയുന്നത് നമുക്കറിയാം. ഹിയർസേ നമ്മൾ ലോയൊക്കെ പഠിച്ചതുകൊണ്ട് നമുക്കറിയാം ഹിയർസേ എന്ന് പറയുന്ന അഡ്മിസിബിൾ അല്ല എന്ന് നമുക്കറിയാം.
പക്ഷെ നമ്മുടെ പോലീസ് ഓഫീസേഴ്സിന് പോലും ഇപ്പോഴും ആ ഒരു ധാരണയുണ്ട്. ഹിയർസേ എന്ന് പറയുന്ന സംഭവം എന്തോ ഒരു വലിയ കാര്യമാണ്, അത് എവിഡൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ കോടതി അത് അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ള ധാരണ നമ്മുടെ പോലീസ് ഓഫീസേഴ്സിനുണ്ട്. കാരണം നമ്മൾ ഈ എന്താ പറയാ, ഈ പോക്സോ കേസിൽ നമ്മൾ ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ കുറ്റപത്രം നോക്കിയാൽ കാണാൻ സാധിക്കും. അതില് ആദ്യത്തെ സാക്ഷി വിക്ടിം ആയിരിക്കും, അല്ലെങ്കിൽ FIS കൊടുത്തത് ടീച്ചറായിരിക്കാം, പിന്നെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് ആ വിക്ടിമിന്റെ അമ്മയായിരിക്കാം, മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് വിക്ടിമിന്റെ അച്ഛനായിരിക്കാം, നാലാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ടീച്ചറായിരിക്കാം, അഞ്ചാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഈ വീട്ടിന്റെ അടുത്തുള്ള ഏതെങ്കിലും നൈബറായിരിക്കാം, ആറാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഇത് എന്താ പറയാ ഈ അമ്മയുടെ ബന്ധുക്കളെ അനുജിത്തിയോ വേറെ ആരെങ്കിലും ആയിരിക്കാം. അപ്പൊ എവിടെയൊക്കെ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഈ കുട്ടി ആരോട് പറഞ്ഞു ഫസ്റ്റ്, അയാൾ വന്ന് ഈ അമ്മയോട് പറഞ്ഞു സെക്കൻഡ്, അമ്മ അത് അച്ഛനോട് പറഞ്ഞു തേർഡ്, അച്ഛൻ വേറെ ആരെങ്കിലും പറഞ്ഞു ഫോർത്ത്, അങ്ങനെ ഇങ്ങനെ സാക്ഷികൾ ഇതെല്ലാം ഹിയർസേ. അപ്പൊ പോലീസിന്റെ ധാരണ പറയുന്നത് ഈ ഹിയർസേ എന്ന് പറയുന്ന എന്തോ ഒരു വലിയ സംഭവമാണ്, അത് എവിഡൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യം എന്നുള്ള ധാരണ തന്നെയാണ് നമ്മുടെ പോലീസ് ഓഫീസേഴ്സിന്. പക്ഷെ നമുക്കറിയാം അത് ഹിയർസേ ആണ്, അത് അഡ്മിസിബിൾ അല്ല എന്നറിയാം. പക്ഷേ എങ്കിലും നമുക്ക് കാണാൻ സാധിക്കും പോക്സോ കേസിൽ മിക്കപ്പോഴും ഈ സാക്ഷികളെ എല്ലാം നമുക്ക് സൈറ്റ് ചെയ്യാറുണ്ട്, ആ സാക്ഷികളെ പ്രോസിക്യൂട്ടേഴ്സ് വിസ്തരിക്കാറുണ്ട്. അതിൽ ഫസ്റ്റ് ആസ്പെക്ട് ശരിയായിരിക്കാം, ഈ കുട്ടി ഫസ്റ്റ്ലി ആരോട് പറഞ്ഞു, അവിടെയും കേസ് അപ്പൊ അയാൾക്കും ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് കോടതിയിലേക്ക് ഡിപ്പോസ് ചെയ്യാൻ സാധിക്കില്ല, അവിടെ കേസേ വന്നു കഴിഞ്ഞു. പക്ഷെ അവിടെ ഒരു റിലവന്റ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇത് എങ്ങനെ റിവീൽ ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ ഇത് കുട്ടി അത് ഫസ്റ്റ്ലി ഡിസ്ക്ലോസ് ചെയ്തു, ആ ഒരു ആംഗിളിൽ ആ ഒരു ആസ്പെക്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആ സാക്ഷിയെ നമുക്ക് വേണമെങ്കിൽ കോടതിയിലേക്ക് വിസ്തരിക്കാൻ സാധിക്കും. ബാക്കി കംപ്ലീറ്റ് സാക്ഷികളെയും വെറുതെ കോടതിയുടെ സമയം പാഴാക്കാനല്ലാതെ ആ സാക്ഷികളെ കൊണ്ട് യാതൊരു കാര്യമില്ല. എങ്കിലും പോലീസ് ഓഫീസേഴ്സ് സൈറ്റ് ചെയ്യാറുണ്ട്, അത് ചില പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് അവരെ സാക്ഷികളായിട്ട് വിസ്തരിക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മൾ ലോജിക്കലി റിലവന്റ് ആയിട്ട് കാണുന്ന ചില ഫാക്ട്സ്. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ അതല്ല, അത് ഈ ഫാക്ട് ലോജിക്കലി ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും അഡ്മിസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു, ഈ ലോജിക്കലി നമ്മൾ കാണുന്ന എല്ലാ ഫാക്ട്സും ലീഗലി അഡ്മിസിബിൾ അല്ല. തിരിച്ച് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ചോദിക്കാം, അഡ്മിസിബിൾ ആയിട്ടുള്ള ലീഗലി അഡ്മിസിബിൾ ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും ലോജിക്കലി കറക്റ്റ് ആണ്. ലോജിക്കലി റിലവന്റ് അല്ലാത്ത ഒന്നുകൂടെ പറയാം, ലീഗലി അഡ്മിസിബിൾ ആയിട്ടുള്ള എല്ലാ ഫാക്റ്റും റിലവന്റ് ആണ്. ലീഗലി നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ട്സും റിലവന്റ് ആണ്. നിർബന്ധമില്ല, ചില എക്സാമ്പിൾസ് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തൊരു കാര്യത്തിലേക്ക് കിടക്കാം. അതായത് നമുക്കറിയാം ഡൈൻ ഡിക്ലറേഷൻ സംബന്ധിച്ച് അവിടെ റിലവന്റ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത് ഈ ഡൈൻ ഡിക്ലറേഷൻ ആണ്. അത് ആ മരിച്ചു പോയ വ്യക്തി നൽകിയ ഡിക്ലറേഷൻ ആണ് അവിടെ റിലവന്റ് ആയിട്ടുള്ള ഫാക്ട്. പക്ഷെ അത് ഡൈൻ ഡിക്ലറേഷൻ പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ ഡെത്ത് നമ്മൾ പ്രൂവ് ചെയ്യണം. ആ കേസിനെ സംബന്ധിച്ചിടത്തോളം ഡെത്ത് എന്ന് പറയുന്നത് ഒട്ടും റിലവന്റ് ആയിട്ടുള്ള ഫാക്ട് അല്ല. പക്ഷെ ഡെത്ത് അവിടെ പ്രൂവ് ചെയ്തേ പറ്റും. ഡൈൻ ഡിക്ലറേഷൻ പ്രൂവ് ചെയ്യണമെങ്കിൽ ഡെത്ത് പ്രൂവ് ചെയ്യണം. അപ്പം റിലവന്റ് ആയിട്ടുള്ള ഫാക്ട് ഡൈൻ ഡിക്ലറേഷൻ, ഇറിലവന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും റിലവന്റ് അല്ലാത്തൊരു ഫാക്ട് ആണ് ഡെത്ത്. അപ്പം ആ ഡെത്തും ലീഗലി അല്ലെങ്കിൽ അത് പെർമിസിബിൾ ആണ്, അഡ്മിസിബിൾ ആണ്, എവിഡൻസിലേക്ക് അഡ്മിസിബിൾ ആണ്. മറ്റൊരു സംഭവം പറയുകയാണെങ്കിൽ നമ്മുടെ 155(3) എവിഡൻസ് ആക്ടിലെ ഇംപീച്ചിങ് ദ ക്രെഡിറ്റ് ഓഫ് എ വിറ്റ്നസ്, സാക്ഷിയുടെ ക്രെഡിറ്റിനെ ഇംപീച്ച് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഫോർമൽ സ്റ്റേറ്റ്മെന്റ്, സാക്ഷി നേരത്തെ നൽകിയ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടെ സാക്ഷിയുടെ ക്രെഡിറ്റിനെ ഇംപീച്ച് ചെയ്യുക, അതാണ് ഇവിടുത്തെ റിലവന്റ് ആയിട്ടുള്ള സംഭവം. സാക്ഷി റിലയബിൾ ആണോ ക്രെഡിബിൾ ആണോ എന്നുള്ളതാണ് ഇവിടെ റിലവന്റ് ആയിട്ടുള്ള പ്രശ്നം. അന്നേരം അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ ആ സാക്ഷി നൽകിയ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ്, ആ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും റിലവന്റ് ആയിട്ടുള്ള ഫാക്ട് അല്ല. ആ കേസിന്റെ തീരുമാനിക്കേണ്ട ഒരു കാര്യവും ആ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റിൽ വരുന്നില്ല. പക്ഷേ
ആ സാക്ഷിയുടെ ക്രെഡിബിലിറ്റിയെ നമുക്ക് ഇംപീച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കും. അപ്പം റിലവന്റ് അല്ലാത്തൊരു കാര്യം അവിടെ പ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ സെക്കൻഡറി എവിഡൻസ് നൽകുന്ന സമയത്ത് പ്ലീസ് ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. മ്യൂട്ട് യുവർ മൈക്സ് പ്ലീസ്. സെക്കൻഡറി എവിഡൻസ് നമ്മൾ അഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 65 പ്രകാരം ചില കണ്ടീഷൻസ് നമ്മൾ പ്രൂവ് ചെയ്തേ പറ്റും. അപ്പൊ ഈ കണ്ടീഷൻസ് നമ്മൾ പ്രൂവ് ചെയ്താൽ മാത്രമേ ഒരു പാർട്ടിക്ക് സെക്കൻഡറി എവിഡൻസ് അഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നു, ഒരു സെക്കൻഡറി എവിഡൻസ്, ഒരു ഡോക്യുമെന്റിന്റെ സെക്കൻഡറി എവിഡൻസ് നമ്മൾ കൊണ്ടുവരുന്നെങ്കിൽ ഒന്നുകിൽ നമ്മൾ പ്രൂവ് ചെയ്യണം അതിന്റെ ആ പ്രൈമറി, അതായത് ആ ഒറിജിനൽ ഡോക്യുമെന്റ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒറിജിനൽ ഡോക്യുമെന്റ് ഈസിലി മൂവബിൾ അല്ല, കോടതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത സാധനമാണ്, അല്ലെങ്കിൽ ഒറിജിനൽ ഡോക്യുമെന്റ് ഓപ്പോസിറ്റ് സൈഡിൻ്റെതാണ്, നോട്ടീസ് കൊടുത്തിട്ടും അയാൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ആസ്പെക്ട്സ് പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ സെക്കൻഡറി എവിഡൻസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതില് ഈ ഒറിജിനൽ ഡോക്യുമെന്റ് അയാളുടെ കൈവശമാണോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും റിലവന്റ് അല്ല. ഇവിടുത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡറി എവിഡൻസ്, അഡ്യൂസ് ചെയ്ത സെക്കൻഡറി എവിഡൻസിനെ കുറിച്ചുള്ള ഒരു റിലവൻസി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്ന വെച്ചാൽ എന്താ പറയാ, റിലവന്റ് അല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഈ ലീഗലി അഡ്മിസിബിൾ ആയിട്ട് വരുന്നു, തിരിച്ചും മറിച്ചും വരുന്നുണ്ട്. അത്രയും മാത്രമേ പറയുന്നുള്ളൂ. ദെൻ ഇത് അപ്പം ഇത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതൊക്കെ റിലവന്റ് ഫാക്ട്സ് ആണ് ലീഗലി അഡ്മിസിബിൾ ആയിട്ട് വരും. നമുക്കറിയേണ്ട സംഭവമാണ്. എല്ലാ ഫാക്ട്സും, റിലവന്റ് ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും ലീഗലി അഡ്മിസിബിൾ അല്ല. അപ്പൊ അവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഏതൊക്കെ ഫാക്ട്സ് ആണ്, റിലവന്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ലീഗലി പെർമിസിബിൾ അല്ലെങ്കിൽ എവിഡൻസ് ആയിട്ട് നമുക്ക് നൽകാനായിട്ട് കഴിയുക. ഇതില് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എവിഡൻസ് ആക്ടിന്റെ 1 to 167 സെക്ഷൻസ് ആണ് എവിഡൻസ് ആക്ടിൽ പറയുന്നത്. 167 സെക്ഷൻസ് ആണ്. ഈ ഒരു സെക്ഷനിൽ പോലും, ഈ 167 സെക്ഷനിൽ അഡ്മിസിബിലിറ്റിയെ കുറിച്ച് ഒരു സ്ഥലത്തും പറയുന്നില്ല. അഡ്മിഷൻ അല്ല, അഡ്മിസിബിലിറ്റിയെ കുറിച്ചിട്ട് 167 സെക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഒരു സെക്ഷൻ ഒഴികെ ബാക്കി ഒരു സ്ഥലത്തും ഈ അഡ്മിസിബിലിറ്റി എന്താണെന്ന് എവിഡൻസ് ആക്ടിൽ പറയുന്നത്. ഒരേ ഒരു സെക്ഷനിൽ മാത്രമേയാണ് ആ അഡ്മിസിബിലിറ്റി, അഡ്മിഷൻ അല്ല അഡ്മിസിബിലിറ്റി എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ആ ഒരു സെക്ഷൻ 136 ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ് 136. പക്ഷെ അത് ജഡ്ജസ് അത് ഇൻവോക്ക് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവോക്ക് ചെയ്യാറില്ല. ആ സെക്ഷൻ 136 ജഡ്ജസ് ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ജഡ്ജ് ഒരു എന്താ പറയാ ശല്യക്കാരൻ എന്നുള്ളൊരു ജഡ്ജ്, അല്ലെങ്കിൽ എന്താ പറയാ പ്രശ്നക്കാരൻ എന്നുള്ള ജഡ്ജ് എന്നുള്ളൊരു ലേബലിലേക്ക് ആ ജഡ്ജ് മാറും. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 136 എവിഡൻസ് ആക്ട് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കാം. To decide as to admissibility of evidence. അപ്പൊ സെക്ഷൻ 136 ഈ admissibility എന്നുള്ളൊരു വാക്ക് പറയുന്നത്. When either party proposes to give evidence of any fact, the judge may ask the party proposing to give evidence in what manner the alleged fact, if proved, would be relevant, and the judge shall admit the evidence if he thinks that the fact, if proved, would be relevant and not otherwise. മനസ്സിലാക്കാനായിട്ട് വലിയ പ്രയാസമുള്ള സെക്ഷൻ ഒന്നുമല്ല, ഇത്രേ പറയുന്നുള്ളൂ. ഏതെങ്കിലും പാർട്ടി ഒരു എവിഡൻസ്, ഏതെങ്കിലും ഫാക്ടിനെ കുറിച്ചിട്ട് എവിഡൻസ് അഡ്യൂസ് ചെയ്യാനായിട്ട് പ്രൊപ്പോസ് ചെയ്യുകയാണെങ്കിൽ ജഡ്ജിന് ചോദിക്കാം. എന്ത് ചോദിക്കാം? ഈ നിങ്ങൾ പ്രൊപ്പോസ് ചെയ്യുന്ന ഫാക്ട് പ്രൂവ് ചെയ്താൽ ആ ഫാക്ടിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ ആ കേസിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം റിലവന്റ് ആണ്. ജഡ്ജിന് ബോധ്യപ്പെടുന്നു, ജഡ്ജ് സാറ്റിസ്ഫൈ ആവുന്നെങ്കിൽ മാത്രം ആ എവിഡൻസ്, ആ ഫാക്ടിനെ സംബന്ധിക്കുന്ന എവിഡൻസ് ജഡ്ജിന് പെർമിറ്റ് ചെയ്യാം.
സാറ്റിസ്ഫൈഡ് ആകുന്നില്ലെങ്കിൽ ജഡ്ജിന് ആ എവിഡൻസ് റെഫ്യൂസ് ചെയ്യാം. ഇതാണ് സെക്ഷൻ 126. ഒരു എവിഡൻസ്, നമ്മളൊരു ഫാക്ട് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു സാക്ഷിയെ സൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് കോൾ ഫോർ ചെയ്യുന്നു, സമൻസ് അയക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു. അന്നേരം ജഡ്ജിന് ചോദിക്കാം, ഈ സാക്ഷിയെ വിസ്തരിക്കുന്നത് ഏത് ഫാക്ട് പ്രൂവ് ചെയ്യാൻ. ആ ഫാക്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസിന്റെ ഫാക്ടിൻ ഇഷ്യൂ അതാണല്ലോ തെളിയിക്കേണ്ടത്, അല്ലെങ്കിൽ ആ കേസ് തെളിയിക്കാനായിട്ട് ആ സാക്ഷി നൽകുന്ന എവിഡൻസ് എത്രമാത്രം റിലവന്റ് ആണെന്ന് ജഡ്ജിന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ അത് ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. ആൻസർ ചെയ്ത് ജഡ്ജിന് അത് സാറ്റിസ്ഫൈഡ് ആകുന്നെങ്കിൽ മാത്രം ജഡ്ജിന് ആ സാക്ഷിയെ എക്സാം ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്യാം. സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ജഡ്ജിന് റെഫ്യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞ പ്രകാരം Please mute your mics, everyone else, except for the speaker. നമ്മുടെ ജഡ്ജസ് ആരും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇങ്ങനൊരു 136 എന്നുള്ള ഒരു പ്രൊവിഷൻ ആരും ഇൻവോക്ക് ചെയ്യാറില്ല. നമ്മൾ സാധാരണ ഇതിൽ നമ്മളെ ഈ വിറ്റ്നസ് ഷെഡ്യൂൾ ഫയൽ ചെയ്തിട്ട് പണ്ടൊക്കെ അതിലൊരു സ്പെസിഫിക് ആയിട്ടൊരു കോളം ഉണ്ട്. വാട്ട് ഇസ് എ മാറ്റർ ടു ബി പ്രൂവ്ഡ് ബൈ ദ എക്സാമിനേഷൻ ഓഫ് ദി വിറ്റ്നസ്, വാട്ട് ഇസ് എ പോയിന്റ് ടു ബി പ്രൂവ്ഡ്, എന്ത് പോയിന്റ് പ്രൂവ് ചെയ്യാനാണ് ഈ സാക്ഷിനെ വിസ്തരിക്കുന്നത്. ഇപ്പോഴത്തെ വിറ്റ്നസ് ഷെഡ്യൂൾ അതിൽ നിന്ന് കാണാതില്ല. സാധാരണ ചിലപ്പം മിക്കവാറും എഴുതുന്നത് വെച്ചാൽ പ്രതിഭാഗം തെളിയിക്കാൻ, പ്രതിഭാഗം കേസ് തെളിയിക്കാൻ. അതുപോലെ കാര്യം വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡിന് അറിയണം ഈ സാക്ഷിയിലൂടെ എന്താണ് തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. സർപ്രൈസ് ആയിട്ട് ഒരു സാക്ഷിനെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും തെളിയിക്കാൻ പറ്റില്ല, ബാക്കി മറുഭാഗത്തിന് ക്രോസ് എക്സാമിനേഷൻ നടത്താൻ പറ്റില്ല. മാത്രമല്ല സെക്ഷൻ 136 പ്രകാരം ജഡ്ജിന് അറിയണം എന്തിനാ ഈ സാക്ഷിനെ വിസ്തരിക്കുന്നത്, എന്തിനാണ് ഈ എവിഡൻസ് അഡ്യൂസ് ചെയ്യുന്നത് ജഡ്ജിന് അറിയണം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴുള്ള നമ്മുടെ വിറ്റ്നസ് ഷെഡ്യൂളൊന്നും അത് കാണാറില്ല. ഇനി ജഡ്ജ് എങ്ങനെയാ ഡിസൈഡ് ചെയ്യുന്നത്? ഈ ഒരു ഫാക്ട്, നിങ്ങൾ പ്രൊപ്പോസ് ചെയ്ത ഫാക്ട്, പ്രൂവ് ചെയ്യാനായിട്ട് പ്രൊപ്പോസ് ചെയ്ത ഫാക്ട് റിലവന്റ് ആണോ ഇല്ലയോ എന്ന് ജഡ്ജ് എങ്ങനെയാ ഡിസൈഡ് ചെയ്യുക? ജഡ്ജ് ഡിസൈഡ് ചെയ്യുന്നത് സെക്ഷൻ 136 ഒന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നുകൂടെ വായിക്കാം. When either party proposes to give evidence of any fact, the judge may ask the party proposing to give evidence. വേറൊന്നും ചെയ്യില്ല, ഏത് പാർട്ടിയാണോ പ്രൊപ്പോസ് ചെയ്യുന്നത് ആ പാർട്ടിയോട് ജഡ്ജ് ചോദിക്കും. അപ്പൊ നമ്മള് ഒരു പാർട്ടി എന്താ പറയാ പ്ലെയിന്റിഫ് ആണ് പ്രൊപ്പോസ് ചെയ്യുന്നെങ്കിൽ പ്ലെയിന്റിഫിനോട് ചോദിക്കും, ഡിഫൻഡന്റ് ആണ് പ്രൊപ്പോസ് ചെയ്യുന്നെങ്കിൽ ഡിഫൻഡിനോട് ചോദിക്കും, അല്ല അക്യൂസ്ഡ് ആണ് പ്രൊപ്പോസ് ചെയ്യുന്നെങ്കിൽ അക്യൂസ്ഡിനോട് ചോദിക്കും. അപ്പൊ ആ പ്രൊപ്പോസ് ചെയ്യുന്ന പാർട്ടിയാണ് ജഡ്ജിനെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ജഡ്ജിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കേണ്ടത്. ഈ ഒരു പ്രൊപ്പോസ് ചെയ്യുന്ന ഫാക്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിനെ സംബന്ധിച്ചിടത്തോളം റിലവന്റ് ആണെന്നുള്ളത് ആ പാർട്ടിയാണ് അത് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പാർട്ടിക്ക് എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ? ഞാൻ നേരത്തെ പറഞ്ഞു റിലവന്റ് ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും അഡ്മിസിബിൾ അല്ല, ലീഗലി പെർമിസിബിൾ അല്ല. അപ്പൊ അവിടെ ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം റിലവന്റ് ആയി കഴിഞ്ഞാൽ മാത്രം പെർമിസിബിൾ അല്ല, ലീഗലി പെർമിസിബിൾ ആയിരിക്കണം, ലീഗലി അഡ്മിസിബിൾ ആയിരിക്കണം. അപ്പം നമ്മളാണ്, ലോയേഴ്സ് ആണ് ജഡ്ജിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത് ലീഗലി പെർമിസിബിൾ ആയിട്ടുള്ള റിലവന്റ് ആയിട്ടുള്ള ഫാക്ട് ആണെന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത്. ലോജിക്കൽ റിലവൻസി അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ലീഗൽ റിലവൻസിയാണ്. അപ്പൊ ആ ലീഗൽ റിലവൻസി മനസ്സിലാക്കണമെങ്കിൽ ജഡ്ജിനെ കൺവിൻസ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സെക്ഷൻ 6 to 55 പോയേക്കാം. ഞാൻ ആ സെക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാര്യം സെക്ഷൻ 5 കുറിച്ചൊക്കെ ഞാൻ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സെക്ഷൻ 6 to 55 റിലവന്റ് ഫാക്ട്സിനെ കുറിച്ച് പറയുന്നത്. ആ റിലവന്റ് ഫാക്ട്സിനെ കുറിച്ച് പറയുന്ന, അതിൽ റിലവന്റ് എന്ന് പറയുന്ന ഫാക്ട്സ് മാത്രമേ അഡ്മിസിബിൾ ആകുന്നുള്ളൂ. അതെവിടെ പറയുന്നത് വെച്ചാൽ സെക്ഷൻ 5 നമ്മൾ പഠിച്ച, ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്,
evidence may be given in suit or proceedings of the existence or non-existence of every fact in issue, and such other facts as are hereinafter declared to be relevant, and of no others. Fact in issue ne kurichu, non-existence of fact in issue ne kurichittum evidence നൽകാം. അതിൽ പ്രശ്നമൊന്നുമില്ല. അത് കൂടാതെ എവിഡൻസ് നൽകുന്നെങ്കിൽ such other facts as are hereinafter declared to be relevant. ഈ സെക്ഷൻ 5 താഴെ അത് ചാപ്റ്റർ 2 6 to 55 ഏതൊക്കെയാണോ എവിടെയൊക്കെയാണോ റിലവന്റ് എന്ന് പറയുന്നത് ആ റിലവന്റ് ആയിട്ടുള്ള ഫാക്ട്സിനെ സംബന്ധിച്ച് മാത്രമേ പാർട്ടീസിന് എവിഡൻസ് അഡ്യൂസ് ചെയ്യാനായിട്ട് റൈറ്റ് ഉള്ളൂ, ആൻഡ് ഓഫ് നോ അതേഴ്സ്. അല്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് എവിഡൻസ് പെർമിറ്റ് ചെയ്യാനായിട്ട് അഡ്യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഇല്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്ന് അത് പറഞ്ഞാന്ന് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ അത് സമയം കളയുന്നില്ല. അപ്പോൾ നമ്മൾ സെക്ഷൻ 6 to 55 നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ 136 പ്രകാരം ജഡ്ജിന്റെ പവർ ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാനൊരു എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഞാൻ വേറൊരു സംഭവത്തിലേക്ക് കിടക്കാം. എന്താണ് ഈ ഇർലെവൻസി എന്ന് പറഞ്ഞാൽ? ഈ ഇർലെവൻസി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. വളരെ സിമ്പിളാക്കി ഇതേപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കിട്ടുമോ എന്ന് എനിക്ക് സംശയമാണ്. റിലവൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സെക്ഷൻ 6 to 55 ഉദ്ദേശിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ മിക്കപ്പോഴും പറയാറുണ്ട്. ഒരു കേസിലെ ഫാക്ട് ഇൻ ഇഷ്യൂ, തർക്ക വിഷയം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്ലേസിൽ തീ ഉണ്ടായോ ഇല്ല എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ആ കേസിൽ തെളിയിക്കേണ്ടത്, ഫാക്ട് ഇൻ ഇഷ്യൂ ആയിട്ട് തെളിയിക്കേണ്ടത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് തീ പിടിച്ചിരുന്നോ ഇല്ലയോ എന്നതാണ് ക്വസ്റ്റ്യൻ. തീ പിടിച്ചത് കണ്ടതായിട്ടുള്ള ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടെങ്കിൽ ഓക്കെ, സഫിഷ്യന്റ് ആണ്. ആ സാക്ഷി കോടതിയിൽ വന്ന് പറയുന്നു, സാക്ഷിയുടെ എവിഡൻസ് ട്രസ്റ്റ് വർത്തി അല്ലെങ്കിൽ ക്രെഡിബിൾ ആണെങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് സഫിഷ്യന്റ്. ആ തീ ഉണ്ടായി എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ പ്രൂവ് ചെയ്യാനായിട്ട് അത് സഫിഷ്യന്റ്. ഇവിടെ സെക്ഷൻ 6 to 55 ആപ്ലിക്കേഷൻ വരുന്നത് ഈ ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്ത കേസസിൽ. ഡയറക്റ്റ് എവിഡൻസ് ഉണ്ട്, ആ ഡയറക്റ്റ് എവിഡൻസ് സഫിഷ്യന്റ് ആണെങ്കിൽ സെക്ഷൻ 6 to 55 പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ഞാൻ പറഞ്ഞ എക്സാമ്പിള് തീ പിടിച്ചു എന്നുള്ള ആ ഒരു എക്സാമ്പിളില് ഡയറക്റ്റ് എവിഡൻസ് ഇല്ല, സംഭവം കണ്ട് അവിടെ തീ പിടിക്കുന്നത് കണ്ട സാക്ഷികൾ ആരുമില്ല. അപ്പോഴാണ് സെക്ഷൻ 6 to 55 പറയുന്ന റിലവന്റ് ഫാക്ട്സിന്റെ റിലവൻസിയെ കുറിച്ച് വരുന്നത്. അപ്പൊ അതില് നമുക്ക് നോക്കാം എന്തൊക്കെയാ റിലവന്റ് ഫാക്ട്. ഒരു തീ പിടിച്ചു, കണ്ട സാക്ഷിയില്ല, പക്ഷേ പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചു അവിടെ ആ സ്ഥലത്ത് നിന്ന് ആ സമയത്ത് ആ സ്ഥലത്ത് നിന്ന് പുക ഉയരുന്നുണ്ടായിരുന്നു. ഇത്ര മാത്രമേ തെളിയിച്ചുള്ളൂ. പുക ഉയരുന്നത് കണ്ടു, അത് കണ്ട സാക്ഷിയെ കൊണ്ട് തെളിയിച്ചു. ഓക്കെ, അപ്പം ആ പുക ഉയരുന്നത് തെളിയിച്ചത് അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് പുക ഉണ്ടായത് തീ പിടിച്ചു എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിലവന്റ് ഫാക്ട് ആണ്. രണ്ടാമത്തെ ഫാക്ട് പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്തത് ഈ തീ പിടിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ചാരം ഉണ്ടായിരുന്നു. അതും പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്തു. അതും തീ പിടിച്ചു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ സംബന്ധിച്ചിടത്തോളം ഒരു റിലവന്റ് ഫാക്ട് ആണ്. രണ്ട് റിലവന്റ് ഫാക്ട്സ് പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്തു. ഇനി ആ സ്ഥലത്ത് ഈ തീ പിടിച്ച സ്ഥലത്തുണ്ടായിരുന്ന മരങ്ങളിലെ ചില ശിഖരങ്ങൾ അല്ലെങ്കിൽ ഇലകളെല്ലാം കരിഞ്ഞു. ഇതും പ്രോസിക്യൂഷന് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന ചെടികൾ അല്ലെങ്കിൽ മരങ്ങളുടെ ഇലകളെല്ലാം വാടിക്കരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ 3 ഫാക്ട്സ് പ്രോസിക്യൂഷന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. ഈ 3 ഫാക്ട്സ്, ഒന്ന് പുക പോയത് ഉയരുന്നത്, 2 ആ സ്ഥലത്ത് ചാരമുണ്ടായിരുന്നത്, 3 ആ സ്ഥലത്തുള്ള മരങ്ങളുടെ ഇലകള് കരിഞ്ഞത്. ഈ 3 ഫാക്ട്സും കൂടെ കോടതിയുടെ മുന്നിലേക്ക് പ്രൂവ് ആവുമ്പോൾ അല്ലെങ്കിൽ കോടതിയുടെ മുന്നിലേക്ക് കിട്ടുമ്പോൾ കോടതിക്ക് ഈ 3 ഫാക്ട്സും വെച്ചുകൊണ്ട് അതിലെ മെയിൻ ഫാക്ട് ഇൻ ഇഷ്യൂ തീ ഉണ്ടായോ ഇല്ലെന്നതാണ്. ആ മെയിൻ ഫാക്ട് ഇൻ ഇഷ്യൂവിന്റെ മേൽക്ക് കോടതിക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെയാണ് ഈ പറയുന്ന റിലവന്റ് ഫാക്ട്സ് എന്ന് പറയുന്നത്. സെക്ഷൻ 6 to 55 പറയുന്ന റിലവന്റ് ഫാക്ട്സ് പറയുന്നത്.
ഈ റിലവന്റ് ഫാക്ട്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ, ഈ തീയിലെ ഒരു എക്സാമ്പിൾ നമ്മൾ മനസ്സിലിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൺഫ്യൂഷന്റെ ആവശ്യം അവിടെ വരുന്നില്ല. പക്ഷെ അവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫാക്ട്, ഒരു റിലവന്റ് ഫാക്ട് പ്രൂവ് ചെയ്താൽ മതിയോ? ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ കേസിൽ തന്നെ തീ പിടിച്ചതിനെ സംബന്ധിച്ചിട്ട് 3 റിലവന്റ് ഫാക്ട്സ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞത് പുക ഉയരുന്നത്. ഈ പുക ഉയരുന്നത് മാത്രമേ പ്രോസിക്യൂഷൻ ചെയ്യാൻ സാധിച്ചുള്ളൂ. ആ ഒരു റിലവന്റ് ഫാക്ട് കൊണ്ട് കോടതിക്ക് ഒരു എന്താ പറയാ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുമോ, അവിടെ തീ ഉണ്ടായി എന്നുള്ള തീരുമാനം എടുക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഇത് മാത്രമേ പ്രൂവ് ചെയ്തിട്ടുള്ളൂ, അവിടെ കുറച്ച് ചാരം ഉണ്ടായിരുന്നു, ബാക്കി പുകയും ഉയരുന്നത് പ്രൂവ് ചെയ്തില്ല, മരങ്ങളുടെ ഇലകൾ കരിഞ്ഞത് പ്രൂവ് ചെയ്തില്ല. ഈ ചാരം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഫാക്ട് പ്രൂവ് ചെയ്തുകൊണ്ട് തീ ഉണ്ടായെന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് കോടതിക്ക് എത്താൻ സാധിക്കുമോ? ഒരിക്കലും പറ്റില്ല. കാര്യം വെച്ചാൽ അത് ഒരുപക്ഷെ ചാരം അവിടെ ആരെങ്കിലും കൊണ്ടിട്ടതായിരിക്കാം. അതേപോലെ പുക ഉയർന്നത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ട്, വേറെ എവിടെയെങ്കിലും കാറ്റടിച്ചിട്ട് പുക ഉണ്ടായതായിരിക്കാം. അല്ലെങ്കിൽ അവിടെ മരങ്ങൾ കത്തിയത് വേറെ എന്തെങ്കിലും ആരെങ്കിലും കൊണ്ട് വേറെ കത്തിപ്പിച്ചതായിരിക്കാം. അപ്പൊ അത് എല്ലാ ഫാക്ട്സും റിലവന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് കിട്ടുമ്പോൾ അതിന്റെ ബേസിസിൽ കോടതിക്ക് ഒരു കൺക്ലൂഷനിലേക്ക്, ഫാക്ടിങ് ഇഷ്യൂവിനെ സംബന്ധിക്കുന്ന ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഈ ഡൈൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നതും നമ്മുടെ ചാപ്റ്റർ 2 6 to 55 സെക്ഷൻ 32 വരുന്ന സംഭവമാണ്. റിലവന്റ് ഫാക്ട് ആണ്. ഈ ഡൈൻ ഡിക്ലറേഷന്റെ ബേസിസിൽ മാത്രം മരിച്ച വ്യക്തി ഒരു ഡൈൻ ഡിക്ലറേഷൻ നൽകി എന്നുള്ള ബേസിസിൽ മാത്രം ഒരു പ്രതിയെ കൺവിക്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ കൺഫഷൻ, പ്രതി കുറ്റം സമ്മതിക്കുക. അതും കൺഫഷൻ എന്ന് പറയുന്നതും നമ്മുടെ സെക്ഷൻ 6 to 55 വരുന്ന സംഭവങ്ങളാണ്. അഡ്മിഷനിൽ വരുന്നത് കൺഫഷൻ. ഈ പ്രതി കൺഫസ് ചെയ്തു എന്നുള്ള ഒരു റിലവന്റ് ഫാക്ട് വെച്ചിട്ട് ആ പ്രതിയെ ശിക്ഷിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് എന്താ പറയാ ഈ 27 ഡിസ്കവറി. അത് മാത്രം ഈ 27 ഡിസ്കവറി അല്ലെങ്കിൽ നമ്മൾ സാധാരണ റിക്കവറി എന്ന് പറയുന്ന സംഭവം പ്രൂവ് ചെയ്തു എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം ഒരു പ്രതിയെ കൺവിക്ട് ചെയ്യാൻ സാധിക്കും. ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചോദിക്കാം, എത്ര റിലവന്റ് ഫാക്ട്സ് പ്രൂവ് ചെയ്താൽ ഒരു പ്രതിയെ കൺവിക്ട് അല്ലെങ്കിൽ ഒരു കോടതിക്ക് ഫാക്ട് ഇൻ ഇഷ്യൂ പ്രൂവ് ആക്കി കണക്കിലെടുക്കാം? എത്ര റിലവന്റ് ഫാക്ട്സ് പ്രൂവ് ചെയ്യണം? അതൊരിക്കലും പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഡിപ്പെൻസ് ഓൺ ദി ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് ഓഫ് ഈച്ച് കേസ്. ഓരോ കേസിന്റെയും ഫാക്ട്സും സർക്കംസ്റ്റൻസും അനുസരിച്ചിരിക്കും എത്ര റിലവന്റ് ഫാക്ട്സ് പ്രൂവ് ചെയ്യണം എന്നൊരു ക്വസ്റ്റ്യൻ. പക്ഷെ അവിടെയും നമുക്ക് അതിനൊരു ആൻസർ ലീഗലി നൽകണമെങ്കിൽ എത്ര റിലവന്റ് ഫാക്ട്സ് നൽകണം എന്നുള്ളൊരു ലീഗലി നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ സെക്ഷൻ 3 പോവുക. സെക്ഷൻ 3 പ്രൂവ്ഡ് ഓർ ഡിസ്പ്രൂവ്ഡ് ആ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സെക്ഷൻ 3 സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള റിലവന്റ് ഫാക്ട്സ് നമുക്ക് അഡീഷണൽ എവിഡൻസ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഫാക്ട്സ് ഇൻ ഇഷ്യൂ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തോട്ടെ. ഓ സാർ, ഷുവർ. ഇത് സെക്ഷൻ 6 നമ്മള് LLB പഠിച്ച സമയത്ത് നമ്മൾ വളരെ നന്നായിട്ട് പഠിച്ച സെക്ഷനാണ് സെക്ഷൻ 6. റെസ്റ്റ് ടെസ്റ്റ് എന്നൊക്കെ ഓമന പേരിൽ നമ്മൾ വിളിക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 6. പക്ഷേ അതിന്റെ ആപ്ലിക്കേഷൻ എത്രമാത്രം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റെയർ ആയിട്ട് മാത്രമേ ഈ സെക്ഷൻ 6ന്റെ ആപ്ലിക്കേഷൻ കേസിൽ വരാറുള്ളൂ. കാര്യം ഈ സെക്ഷൻ 6 അപ്ലൈ ചെയ്യേണ്ടത് പ്രോസിക്യൂട്ടേഴ്സ് അല്ലെങ്കിൽ കേസ് അന്വേഷണം നടത്തുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ആണ്. സെക്ഷൻ
6 പ്രകാരമുള്ള എവിഡൻസ് കളക്ട് ചെയ്യുക, അത് പ്രൂവ് ചെയ്യാനായിട്ട് കൊണ്ടുവരിക. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചാൽ സെക്ഷൻ 6 പ്രകാരമുള്ള എവിഡൻസ് കളക്ട് ചെയ്ത ഒരു കേസിലും പോലീസ് ഓഫീസേഴ്സ് കളക്ട് ചെയ്തതാണ് അറിയാം. ചില കേസിൽ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുന്ന കാണാം, അത് അവര് ഇന്റൻഷ്യലി സെക്ഷൻ 6 ആണ് റിലവന്റ് ആണോ എന്നുള്ളൊരു രീതിയിലായിരിക്കില്ല അവർ ആ എവിഡൻസ് അത് കളക്ട് ചെയ്യുന്നത്. പക്ഷെ അത് സെക്ഷൻ 6ലേക്ക് ചിലപ്പോൾ കയറി ടച്ച് ചെയ്ത് വരുന്നത് കാണാനായിട്ട് സാധിക്കും. അതാണ് സെക്ഷൻ 6 റിലവൻസി എന്ന് പറയുന്നത്. എങ്കിലും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് സെക്ഷൻ 6 എന്ന് പറയുന്നത്. ഈ 6 നമ്മൾ ആദ്യം ഒറ്റ വായനയിൽ നമുക്ക് തോന്നും ഇത് സെക്ഷൻ 5ന്റെ എക്സെപ്ഷൻ ആണ്. ഞാൻ 5 പറഞ്ഞു, എവിഡൻസ് മേ ബി ഗിവൺ ഇൻ സ്യൂട്ട് ഓർ പ്രൊസീഡിംഗ്സ് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓർ നോൺ എക്സിസ്റ്റൻസ് ഓഫ് എവരി ഫാക്ട് ഇൻ ഇഷ്യൂ and such are the facts as are hereinafter declared to be relevant and of no others ആണ് സെക്ഷൻ 5 പറയുന്നത്. സെക്ഷൻ 6 നമ്മൾ വായിക്കുമ്പോൾ നെക്സ്റ്റ് സെക്ഷൻ ആണ് 6 വായിക്കുമ്പോൾ നമുക്ക് ഒറ്റ വായനയിൽ ആദ്യത്തെ വായനയിൽ തോന്നും ഇത് സെക്ഷൻ 5ന്റെ എക്സെപ്ഷൻ ആണോ. അത് ഇത്രയേ ഉള്ളൂ. ഫാക്ട്സ് വിച്ച് ദോ നോട്ട് ഇൻ ഇഷ്യൂ എന്ന് തുടങ്ങുന്നത്. ഫാക്ട്സ് വിച്ച് ദോ നോട്ട് ഇൻ ഇഷ്യൂ. സെക്ഷൻ 6 പറയുന്ന ഫാക്ട്സ് ഒന്നും നോട്ട് ഇൻ ഇഷ്യൂ അല്ല. സെക്ഷൻ 6 മാത്രമല്ല 6 to 55 പറയുന്ന സെക്ഷൻ 6 മാത്രമല്ല സെക്ഷൻ 5 പറയുന്ന ഒരു റിലവന്റ് ഫാക്റ്റും ഫാക്ട് ഇൻ ഇഷ്യൂ പെടുന്നതല്ല. നമ്മൾ നേരത്തെ കണ്ടതാണ് ഫാക്ട് ഇൻ ഇഷ്യൂ എന്താണ് ഒരു പ്രോബബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇറലവന്റ് ഫാക്ട്സ് 6 to 55 പറയുന്നത്. തൊട്ട് മുന്നേ പറഞ്ഞ സംഭവമാണ്. അതുകൊണ്ട് ഇത് പക്ഷേ സെക്ഷൻ 6 ആയതുകൊണ്ട് ഒരുപക്ഷെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഫാക്ട്സ് വിച്ച് ദോ നോട്ട് ഇൻ ഇഷ്യൂ, ഓഫ് കോഴ്സ് നോട്ട് ഇൻ ഇഷ്യൂ അല്ല 6 to 55 പറയുന്നത്. എസ്പെഷ്യലി 6 പറയുന്നത് നോട്ട് ഇൻ ഇഷ്യൂ അല്ല. ആർ സോ കണക്റ്റഡ് വിത്ത് എ ഫാക്ട് ഇൻ ഇഷ്യൂ ആസ് ടു ഫോം പാർട്ട് ഓഫ് ദി സെയിം ട്രാൻസാക്ഷൻ ആർ relevant whether they occurred at the same time and places or at different times and places. ഈ സെക്ഷൻ 6 to 55 അല്ലെങ്കിൽ 6ൽ പറയുന്ന കാര്യങ്ങളൊന്നും ഫാക്ട് ഇൻ ഇഷ്യൂ അല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അത് സിവിൽ കേസിലാണെങ്കിൽ കോടതി ഫ്രെയിം ചെയ്യാറില്ല, ഇഷ്യൂസ് ആയിട്ട് ഫ്രെയിം ചെയ്യാറില്ല. ക്രിമിനൽ കേസിലാണെങ്കിൽ ഒരിക്കലും അത് ചാർജ് ആയിട്ട് ഫ്രെയിം ചെയ്യാറില്ല. ഫാക്ട് ഇൻ ഇഷ്യൂ മാത്രമേ ഇഷ്യൂസ് ആയിട്ടും അല്ലെങ്കിൽ ചാർജുമായിട്ട്, സിവിൽ കേസിൽ ഇഷ്യൂസ് ആയിട്ടും ക്രിമിനൽ കേസിൽ ചാർജ് ആയിട്ട് ഫ്രെയിം ചെയ്യാറുള്ളൂ. റിലവന്റ് ഫാക്ട്സ് ഒന്നും ഇഷ്യൂസ് ആയിട്ട് ഫ്രെയിം ചെയ്യാറില്ല. ബട്ട് വേണമെങ്കിൽ ക്രിമിനൽ കേസിൽ അത് പോയിന്റ് ആയിട്ട് റേസ് ചെയ്യാം, ചാർജ് ആയിട്ട് ഫ്രെയിം ചെയ്യാറില്ല. പോയിന്റ് ആയിട്ട് ഇത് വേണമെങ്കിൽ ഒറ്റയ്ക്ക് റേസ് ചെയ്ത് തീരുമാനിക്കാൻ സാധിക്കും. ഈ സാധാരണ ഞാൻ പറഞ്ഞു സെക്ഷൻ 6ന്റെ ആപ്ലിക്കേഷൻ സാധാരണ അതിൽ വരാറില്ല. പോലീസ് അത് ഇന്റൻഷ്യലി അത് അറിയാവുന്നോ എനിക്കറിയില്ല. സെക്ഷൻ 6 എന്നുള്ളൊരു സംഭവം ഉള്ളതായിട്ട് അവർക്ക് അറിയില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സെക്ഷൻ 6നെ സംബന്ധിക്കുന്ന സെപ്പറേറ്റ് എവിഡൻസ് ഒന്നും പോലീസ് കളക്ട് ചെയ്യാത്തത്. പക്ഷേ നമുക്ക് സാധാരണ ക്രിമിനൽ കേസിൽ നമുക്ക് കാണാവുന്ന സംഭവമാണ് ഈ അക്രമികളിൽ അസൈലൻസിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു അവനെ കൊല്ലടാ. ഇത് സാധാരണ ഇതിൽ ക്രിമിനൽ കേസിലൊക്കെ പ്രൂവ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അവനെ കൊല്ലടാ എന്ന് ഈ അക്രമികളിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. അപ്പം ഈ വിറ്റ്നസസ് എന്നെ പറയാറുണ്ട്, അവരിൽ ഒരാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അവനെ കൊല്ലടാ. അങ്ങനെ ഒരാൾ വിളിച്ചു പറയുകയും മറ്റൊരാള് വെട്ടുകയും ചെയ്തു എന്ന് സാക്ഷികൾ പറയാറുണ്ട്. ഈ അവനെ കൊല്ലട എന്ന് അസൈലൻസിൽ ഒരാൾ വിളിച്ചു പറയുന്നത് സാധാരണ ഇതിൽ ആ കേസിൽ പ്രൂവ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്കായിരിക്കും. ഒന്ന്, ധാരാളം അസൈലൻസ് ഉണ്ട്, അക്രമികളുണ്ട്, അതിൽ ഒരാളാണ് വിളിച്ചു പറഞ്ഞത്, പക്ഷെ ആക്ട് കമ്മിറ്റ് ചെയ്ത് വെട്ടിയത് വേറൊരു വ്യക്തിയാണ്. അപ്പൊ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ അങ്ങനെ അവനെ കൊല്ലട എന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, അക്രമികളുടെ കൂട്ടത്തിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു എന്ന് പ്രൂവ് ചെയ്യുന്നത് സെക്ഷൻ 34 അട്രാക്ട് ചെയ്യാനായിരിക്കും. കോമൺ ഇന്റൻഷൻ പ്രൂവ് ചെയ്യാനാണ് സാധാരണ ഇതിൽ ഈ എന്താ പറയാ അവനെ കൊല്ലട എന്നുള്ളൊരു ഒരു പ്രതി വിളിച്ചു പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ ഒന്നിലധികം പ്രതികളെ വിളിച്ചു പറഞ്ഞതായിട്ട് പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യുക. അല്ലെങ്കിൽ 307 അട്രാക്ട് ചെയ്യിപ്പിക്കാൻ, കൊല്ലാനായിട്ടുള്ള ഒരു ഇന്റൻഷൻ
ഉണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും പ്രോസിക്യൂഷൻ ഈ പ്രതികളിൽ ഒരാൾ വിളിച്ച് പറഞ്ഞു കൊല്ലടാ അവനെ, അല്ലെങ്കിൽ അവനെ കൊല്ലടാ എന്ന് പറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞതായിട്ടുള്ളൊരു അട്രൻസ്, ഒരു പ്രതികൾ പറഞ്ഞ ഒരു കാര്യം പ്രോസിക്യൂഷൻ സാധാരണത്തിൽ പ്രൂവ് ചെയ്യുന്നു. ഇനി ഇത് നമുക്കറിയാം, സാധാരണ ഐ വിറ്റ്നസിലൂടെയാണ് ഈ സംഭവം പ്രൂവ് ചെയ്യാറുള്ളത്. ഇനി ഒരു പ്രതി മാത്രം, ഒരുപാട് പ്രതികളില്ല, ഒരേ ഒരു പ്രതിയേ ഉള്ളൂ, ഒരു മേർഡർ കേസാണ്, കൊലപാതക കേസാണ്. അതില് ഈ മേർഡർ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രതി വിളിച്ച് പറഞ്ഞു നിന്നെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല. ഒരേ ഒരു പ്രതിയേ ഉള്ളൂ. ഈ പ്രതി കൊലപാതകം നടക്കുന്ന സമയത്ത്, കൊലപാതകം കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വിളിച്ച് പറഞ്ഞതാണ് നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല. ഈ കേസില് ഐ വിറ്റ്നസസ് ഒന്നുമില്ല. പക്ഷെ വേറൊരു വ്യക്തി, സംഭവം കാണാത്ത വ്യക്തി, ഇത് കേട്ടു. പ്രതി വിളിച്ചു പറയുന്നത് ഈ ഒരു കാര്യം, ഏതാ, നിന്നെ കൊല്ലാതെ വിടില്ല എന്ന് വിളിച്ചു പറയുന്നത് കേട്ടു. അയാൾ സംഭവം കണ്ടിട്ടില്ല, ഈ കേട്ടത് മാത്രമേ ഉള്ളൂ. അപ്രകാരം വിളിച്ചു പറഞ്ഞത് നിന്നെ കൊല്ലാതെ വിടില്ല, അത് കേട്ട വ്യക്തിയിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, നിന്നെ കൊല്ലാതെ വിടില്ല എന്ന് അയാൾ വിളിച്ചു പറഞ്ഞ ആ ഒരു കാര്യം ക്ലെമന്റ് ആണോ അല്ലയോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത്ര മാത്രമേ ഉള്ളൂ. നിന്നെ കൊല്ലാതെ വിടില്ല. ഇവിടെ ഫാക്ടിങ് ഇഷ്യൂ എന്ന് പറയുന്നത് അയാള് ആണോ കൊലപാതകം ചെയ്തതെന്നാണ് ഫാക്ടിങ് ഇഷ്യൂ. പക്ഷെ ഐ വിറ്റ്നസ് ഇല്ല, ഒരു സാക്ഷി മാത്രമേ ഉള്ളൂ. ആ സാക്ഷി സംഭവം കണ്ടില്ല, അയാൾ ഇത്ര മാത്രമേ കേട്ടുള്ളൂ. ഈ പ്രതി വിളിച്ചു പറയുന്നു നിന്നെ കൊല്ലാതെ ഞാൻ വിടില്ല എന്ന് വിളിച്ചു പറയുന്നു. ഇത് പ്രൂവ് ചെയ്യാൻ സാധിക്കുമോ? റിലവന്റ് ആണോ? റിലവന്റ് ആണെങ്കിലേ പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. നോക്കാം നമുക്കത്. ഒന്നുകൂടെ ഞാൻ അത് റിപ്പീറ്റ് ചെയ്തിട്ട് ലാസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. ഇനി വേറൊരു കേസില് വിക്ടിം, അതായത് കൊല്ലപ്പെട്ട വ്യക്തി വിളിച്ചു പറഞ്ഞു, കൊലപാതകം നടക്കുന്ന സമയത്ത് ആ കൊല്ലപ്പെട്ട വിക്ടിം വിളിച്ചു പറഞ്ഞു അയ്യോ എന്നെ കൊല്ലല്ലേ, അയ്യോ എന്നെ കൊല്ലല്ലേ. ഇവിടെയും സംഭവം കണ്ട സാക്ഷിയില്ല. സംഭവം കണ്ട സാക്ഷി ഉണ്ടെങ്കിൽ ഇതൊന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, കൊലപാതകം പ്രൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഇത് കേട്ടു വേറൊരു വ്യക്തി, ഈ മരിച്ചുപോയ വ്യക്തി, ആള് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ചു അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് വിളിച്ച് പറയുന്നു. ഇത് കേട്ട ഒരു വ്യക്തിയുണ്ട്, അയാൾ ഐ വിറ്റ്നസ് അല്ല. അപ്പോ അത് പ്രൂവ് ചെയ്യാൻ സാധിക്കുമോ? ഇഞ്ചേർഡ് ആ ഒരു ക്രൈ, എന്നെ കൊല്ലല്ലേ എന്ന് വിളിച്ച ആ ക്രൈ മാത്രം പ്രൂവ് ചെയ്യാൻ സാധിക്കുമോ? അത് റിലവന്റ് ആണോ? റിലവന്റ് ആണെങ്കിൽ മാത്രമേ പ്രൂവ് ചെയ്യാൻ സാധിക്കൂ. അപ്പൊ ക്വസ്റ്റ്യൻ അതാണ്, ആ ഒരു ക്രൈ, ആ വിക്ടിമിന്റെ ക്രൈ റിലവന്റ് ആണോ? അത് നമുക്ക്, ഞാൻ ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്ത് ലാസ്റ്റിൽ നമുക്ക് നോക്കാം. ഇനി മറ്റൊരു സംഭവം, ഈ മേർഡർ ഒരു വ്യക്തി കാണുകയാണ്. കണ്ടിട്ട് അയാൾ എന്താ ചെയ്യുന്ന വെച്ചാല്, ഈ മേർഡർ ഇയാള് വെട്ടിക്കൊല്ലുന്ന കണ്ടിട്ട് പറയുന്നു അയ്യോ കൊല്ലല്ലേ എന്ന് ഇയാൾ വിളിച്ച് പറയും. ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ കൊല്ലുന്നു, ഇത് കാണുന്ന വ്യക്തി വിളിച്ചു പറയുന്നു അയ്യോ കൊല്ലല്ലേ എന്ന് വിളിച്ചു പറയും. ഒരു പക്ഷേ ഈ വ്യക്തി അതിനുശേഷം, സംഭവം നടന്നതിന് ശേഷം മരിച്ചു പോയിരിക്കാം. കണ്ട സാക്ഷിയാണ്, അയാളുടെ കണ്ട സാക്ഷിയാണെങ്കിൽ അയാളുടെ എവിഡൻസ് വളരെ റിലവന്റ് ആണ്, നേരിട്ട് കണ്ട സാക്ഷിയാണ്. പക്ഷെ അയാള് മരിച്ചു പോയെന്നിരിക്കട്ടെ, പക്ഷെ അയാൾ ആ സമയത്ത് ഇത്രയും വിളിച്ചിരുന്നു അയ്യോ കൊല്ലല്ലേ എന്ന് വിളിച്ചു. ഈ അയ്യോ കൊല്ലല്ലേ എന്ന് അയാൾ വിളിച്ച കണ്ട സാക്ഷി വിളിച്ചത് വേറൊരു വ്യക്തി കേട്ടു. അയാൾ ഈ സംഭവം കാണുന്നില്ല, പക്ഷെ അയാൾ ഇത്ര മാത്രമേ കേട്ടുള്ളൂ. ഒരാൾ അവിടെ നിന്ന്, ആ സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അയ്യോ കൊല്ലല്ലേ എന്ന് വിളിക്കുന്നത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അയ്യോ കൊല്ലല്ലേ എന്ന ഒരു കണ്ട സാക്ഷി വിളിച്ചത് റിലവന്റ് ആണോ? ആ മേർഡർ കേസിന്, ആ മേർഡറിനെ, ആ ഫാക്ടിങ് ഇഷ്യൂവിനെ സംബന്ധിച്ചിടത്തോളം അയ്യോ കൊല്ലല്ലേ എന്ന് ഒരു കണ്ട സാക്ഷി വിളിച്ചത്
റിലവൻ്റ് ആണോ, അത് നമുക്ക് റിലവൻ്റ് ആണെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതൊരു ക്വസ്റ്റ്യൻ. ഇനി വേറൊരു കുറച്ചുകൂടെ അത് എക്സ്പാൻഡ് ചെയ്ത് ഞാൻ പറയാം. ഈ മേർഡർ ഒരു സാക്ഷി കണ്ടിട്ട് അയാൾ വളരെ പാനിക്കായിട്ട് അയാൾ അവിടുന്ന് ഓടി ഒരു അടുത്ത വീട്ടിലേക്ക് ഓടി കയറിയിട്ട് അയാൾ അവിടുന്ന് കുറെ വെള്ളം വാങ്ങി കുടിച്ചു. പാനിക്കായിട്ട് അയാൾക്ക് എന്താ പറയാ പേടിച്ച് വിരണ്ടിട്ട് അയാൾ അടുത്ത വീട്ടിലേക്ക് ചെന്നിട്ട് കുറച്ച് വെള്ളം വാങ്ങി കുടിച്ചു. ഈ വെള്ളം വാങ്ങി കുടിച്ചത് എന്നുള്ള സംഭവം ആ മേർഡർ കേസിനെ സംബന്ധിച്ചിടത്തോളം റിലവൻ്റ് ആണോ? റിലവൻ്റ് ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഒന്ന് കുറച്ചുകൂടെ ഞാൻ മാറ്റി പറയാം. ഇയാള് ഈ സംഭവം കണ്ടിട്ട് ഓടിപ്പോയിട്ട് അവിടെ ബോധം കെട്ട് വീണു. ലോല മനസ്സായിരുന്നു, അയാൾ ബോധം കെട്ട് വീണു. ഈ ഐ വിറ്റ്നസ് കണ്ട സാക്ഷി ബോധം കെട്ട് വീണ ആ ഒരു ഫാക്ട്, ആ ഒരു വസ്തുത മേർഡർ കേസിനെ സംബന്ധിച്ചിടത്തോളം റിലവൻ്റ് ആണോ? റിലവൻ്റ് ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഒരു ഗൺ ഷോട്ട് പ്രകാരം ഒരു വെടിവെച്ചാണ് കൊന്നത്. ഇവിടെ സംഭവം വെടിവെച്ചാണ് കൊന്നത്. ഈ വെടിവെച്ച് കൊന്ന സ്ഥലത്ത് നിന്ന് ഈ വെടിവെച്ച് കേട്ടിട്ട് മരങ്ങളുടെ ചില്ലകളിൽ ഇരുന്ന കുറെ പക്ഷികൾ ഇങ്ങനെ പറന്നുപോയി. ഐ വിറ്റ്നസ് ഇല്ല, വെടിവെച്ച് കൊന്നതിന് ഐ വിറ്റ്നസ് ഇല്ല. പക്ഷെ ഈ പക്ഷികൾ പറന്നുപോയി, ആ വെടിവെച്ച് കേട്ടിട്ട് കുറെ പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുന്നത് കണ്ട ഒരു സാക്ഷിയുണ്ട്. അദ്ദേഹത്തിന് പറയാൻ സാധിക്കും, പക്ഷികൾ ആ സമയത്ത് അവിടെ നിന്ന് ഒന്നിച്ചിങ്ങനെ പറന്നു പോയിരുന്നത് ഞാൻ കണ്ടു. ഈ പക്ഷികൾ പറന്നു പോയത് ആ മേർഡറിനെ സംബന്ധിച്ചിടത്തോളം, മേർഡർ എന്ന് പറയുന്ന ഫാക്ട് ഇഷ്യൂവിനെ സംബന്ധിച്ചിടത്തോളം റിലവൻ്റ് ആണ്. റിലവൻ്റ് ആണെങ്കിൽ പക്ഷികൾ പറന്നു പോയത് മാത്രം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. Please mute your mic. ഈ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇതിന്റെയൊക്കെ ആൻസർ റിലവൻ്റ് ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെക്ഷൻ 6 നമുക്ക് നോക്കേണ്ടി വരും. അതിനു മുന്നേ ഞാൻ പറഞ്ഞു, ഈ റിലവൻ്റ് ഫാക്ട്സ് ഒന്നും ഒരിക്കലും ഫാക്ടിങ് ഇഷ്യൂ അല്ല. സെക്ഷൻ 6 to 55 പറയുന്നതൊന്നും ഫാക്ടിങ് ഇഷ്യൂ ആയിട്ട് ചാർജിൽ ഫ്രെയിം ചെയ്യാറില്ല. ഒരു മേർഡർ കേസിൽ സാധാരണഗതിയിൽ നമുക്ക് അതും കൂടെ നോക്കിയിട്ട് കുറച്ചൊക്കെ ഒരു ക്ലാരിറ്റി. ഒരു മേർഡർ കേസിൽ സാധാരണഗതിയിൽ എന്തൊക്കെയായിരിക്കാം കോടതി ഫ്രെയിം ചെയ്യുന്ന ചാർജസ്, കോടതി ഫ്രെയിം ചെയ്യുന്ന ചാർജ് അല്ലെങ്കിൽ കോടതി റൈസ് ചെയ്യുന്ന പോയിന്റ്സ് മെയിൻലി എന്തൊക്കെയായിരിക്കാം പോയിന്റ്സ്? ഒന്നാമത്തെ ഇതായിരിക്കാം, ഈ മരിച്ചുപോയ വ്യക്തി എന്ന് പറയുന്ന പേഴ്സൺ ഹു ഈസ് അലീജ്ഡ് ടു ബി ഡെഡ് ഈസ് സച്ച് ആൻഡ് സച്ച് പേഴ്സൺ. മരിച്ചു എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി തന്നെയാണോ എന്നുള്ളത് ഫസ്റ്റ് ഇഷ്യൂ, ഒരു പ്രൈമറി ഇഷ്യൂ ആണ്. കാര്യം പണ്ട് കേട്ടിട്ടുണ്ട്, ഏതോ കേസിൽ ഒരാൾ മരിച്ചു എന്നും അയാളെ കൊല ചെയ്ത ആളിനെ കൺവിക്ട് ചെയ്തു എന്നും കുറെ നാൾ കഴിഞ്ഞ സമയത്ത് ഈ മരിച്ച വ്യക്തി തിരിച്ചു വന്നു എന്നുള്ള സംഭവം കേട്ടിട്ടുണ്ട്. നടന്ന സംഭവമാണത്. അപ്പൊ ആദ്യമായിട്ട് കോടതി തീരുമാനിക്കുന്നത്, ഇപ്പം ബാബുവാണ് മരിച്ചുവെങ്കിൽ യഥാർത്ഥത്തിൽ മരിച്ചത് ബാബു തന്നെ എന്നുള്ളൊരു പോയിന്റ് അവിടെ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആ കോസ് ഓഫ് ഡെത്ത് എന്ന് വെച്ചാൽ ഇത് ഒരുപക്ഷെ എന്താ പറയാ സൂയിസൈഡ് ആയിരിക്കാം, ഓർ ആക്സിഡന്റിലായിരിക്കാം. പക്ഷെ ഇവിടെ ഹോമിസൈഡ് ആണോ അതോ സൂയിസൈഡ് ആണോ ഓർ ആക്സിഡന്റ് ആണോ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ് കോടതി തെളിയിക്കേണ്ടത്. മൂന്നാമത്തെ ഒരു ഇഷ്യൂ ഉണ്ട്, ഹോമിസൈഡ് ആണെങ്കിൽ ആരാണ് ചെയ്തത്, ഹു ഈസ് റെസ്പോൺസിബിൾ, അല്ലെങ്കിൽ ഹു കോസ്ഡ് ദ ഡെത്ത്. അപ്പൊ ഇത്രയാണ് സാധാരണ ഇതിൽ നമ്മൾ ഈ ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ ആയിട്ട് വരുന്ന ഫാക്ട്സ് ഇൻ ഇഷ്യൂയിലേക്ക് വരുന്ന സംഭവം. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, അതൊന്നും ഫാക്ട്സ് ഇൻ ഇഷ്യൂ അല്ല, അത് വെറും
റിലവൻറ്റ് ഫാക്ട്സ് ആണ്. ഈ ഫാക്ട് ഇൻ ഇഷ്യൂ, ഈ പറയുന്ന ഞാൻ പറഞ്ഞ 3 ഫാക്ട്സ് ഇൻ ഇഷ്യൂ പ്രൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന, പ്രൂവ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ട്സ് ആണ് ഈ റിലവൻറ്റ് ഫാക്ട്സ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ സെക്ഷൻ 6 ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സംഭവങ്ങൾ വരുമോ എന്ന് നോക്കാം. സെക്ഷൻ 6 ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഫാക്ട്സ് വിച്ച് ദോ നോട്ട് ഇൻ ഇഷ്യൂ ആർ സോ കണക്റ്റഡ് വിത്ത് എ ഫാക്ട് ഇൻ ഇഷ്യൂ as to form part of the same transaction are relevant whether they occurred at the same time and place or at different times or places. Okay. ഇനി ഞാൻ നേരത്തെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തി, ഒരു പ്രതി കൊലപാതകം ചെയ്ത സമയത്ത് അദ്ദേഹം വിളിച്ചു പറയുന്നത്, നിന്നെ കൊല്ലാതെ ഞാൻ വിടില്ല, നിന്നെ ഞാൻ കൊല്ലും എന്ന് വിളിച്ചു പറഞ്ഞത് റിലവൻറ്റ് ഫാക്ട് ആണോ? റിലവൻറ്റ് ഫാക്ട് ആണെങ്കിൽ സെക്ഷൻ 6 വരിക. 6 പെർവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് റിലവൻറ്റ് ഫാക്ട് ആണ് എങ്കിൽ അത് പ്രൂവ് ചെയ്യാം. ഞാൻ പറഞ്ഞു അതിൽ ഐ വിറ്റ്നസ് ഇല്ല. ആ പ്രതി മാത്രം, ഒരു പ്രതി മാത്രം വിളിച്ചു പറഞ്ഞു, നിന്നെ കൊല്ലാതെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒരു വ്യക്തി ഇത് എങ്ങനെയാ പ്രൂവ് ചെയ്യാൻ സാധിക്കുക? എന്തായാലും പ്രതി വന്ന് പറയില്ലല്ലോ, ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്ന് പ്രതി ഒരിക്കലും കൂട്ടിക്കയറി പറയില്ല. അപ്പൊ എങ്ങനെയാ പ്രൂവ് ചെയ്യാൻ സാധിക്കുക? ഈ പ്രതി വിളിച്ചു പറഞ്ഞ വ്യക്തി കേട്ട വ്യക്തി ആ കേട്ട വ്യക്തിക്ക് കൂട്ടിക്കയറിയിട്ട് പറയാം, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഞാൻ അതിലെ പോയപ്പോൾ ഒരാള് ഇങ്ങനെ കിടന്ന്, നിന്നെ കൊല്ലാതെ ഞാൻ വെറുതെ വിടില്ല എന്ന് വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു. അത്ര മാത്രമേ ഉള്ളൂ. ആ സാക്ഷിയുടെ റോൾ അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഇത്ര മാത്രമേ കേട്ടുള്ളൂ. അപ്പൊ അതില് 2 രീതിയിൽ നമുക്ക് നോക്കാം. ഒന്ന്, ഈ ശബ്ദം, ഈ വ്യക്തിക്ക് ശബ്ദം തിരിച്ചറിയാൻ പറ്റിയില്ല എങ്കിൽ, ഇത്ര മാത്രമേ കേട്ടുള്ളൂ, ആരാണ് വിളിച്ചു പറയുന്നത്, ആരുടെ ശബ്ദമാണെന്ന് എനിക്ക് അറിയില്ല എങ്കിൽ, അത് ഏത് കാര്യത്തിനെ സംബന്ധിച്ചുള്ള റിലവൻറ്റ് ഫാക്ട് എന്ന് നോക്കാം. അവിടെ അപ്രകാരം ഒരു മർഡർ നടന്നു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു റിലവൻറ്റ് ഫാക്ട്. നേരെ മറിച്ച് ഈ വ്യക്തിക്ക് ഈ പ്രതി വിളിച്ചു പറഞ്ഞ ശബ്ദം പ്രതിയുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാക്ഷിക്ക് പറയാം, ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, നിന്നെ കൊല്ലാതെ വിടില്ലെന്ന ശബ്ദം കേട്ടു, അത് എനിക്ക് പരിചയമുള്ള ഇന്ന ആളുടെ ശബ്ദമാണ്. അപ്പൊ കുറച്ചുകൂടെ റിലവൻ്റ് ആയി ഈ പ്രതി തന്നെയാണ് അത് ചെയ്തത് എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ റിലവൻ്റ് ആയി. ഈ സെക്ഷൻ 6 വരുമെന്ന് നോക്കാം. സെക്ഷൻ 6 2 കണ്ടീഷൻസ് ആണ്. ഒന്ന് പറയുന്നത് സോ കണക്റ്റഡ് വിത്ത് ദ ഫാക്ട് ഇൻ ഇഷ്യൂ. ആ ഫാക്ട് ഇൻ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടതാണോ ഇത് സംഭവം? വിളിച്ചു പറഞ്ഞത് ആ ഫാക്ട് അല്ലാതെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം കൊലപാതകം നടന്ന സമയത്താണ് പ്രതി വിളിച്ചു പറഞ്ഞത്, നിന്നെ കൊല്ലാതെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞത്. ആ ഫാക്ട് ഇൻ ഇഷ്യൂ മീൻസ് അവിടുത്തെ മർഡർ ആണ്, അതുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് കണ്ടീഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി as to form part of the same transaction, ആ ക്വസ്റ്റ്യൻ ആണ് വളരെ റിലവൻ്റ് ആയിട്ടുള്ളത്. as to form part of the same transaction, അവിടെ സെയിം ട്രാൻസാക്ഷൻ മീൻസ് മർഡർ. ആ മർഡറിന്റെ പാർട്ടാണോ? അയാൾ എന്തുകൊണ്ട്, അതിന്റെ ആൻസർ കിട്ടണമെങ്കിൽ എന്തുകൊണ്ട് അയാൾ അങ്ങനെ വിളിച്ചു പറഞ്ഞു? വെറുതെ ഇരുന്ന് അയാൾ വിളിച്ചു പറഞ്ഞതല്ലല്ലോ, നിന്നെ കൊല്ലാതെ വിടില്ല എന്ന് വെറുതെ ഇരുന്ന് പറഞ്ഞതല്ലല്ലോ, രാവിലെ ഉറക്കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ട് വിളിച്ച് പറഞ്ഞതല്ലല്ലോ. ആ മർഡർ ചെയ്ത സമയത്ത് അയാൾ വിളിച്ച് പറഞ്ഞതാണ്, നിന്നെ കൊല്ലാതെ വിടില്ല എന്ന് പറഞ്ഞത് ആ ട്രാൻസാക്ഷന്റെ പാർട്ടാണ്. അപ്പൊ അത് റിലവൻ്റ് ആണ്, അത് പ്രൂവ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ചാല് വിക്ടിം വിളിച്ചു പറഞ്ഞു. വിക്ടിം എന്താ വിളിച്ചു പറഞ്ഞത്? അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് വിളിച്ചു പറഞ്ഞു. ഈ കേസിലും നോ ഐ വിറ്റ്നസ്, കണ്ട സാക്ഷിയൊന്നുമില്ല. വിക്ടിം വിളിച്ച് പറയുന്നത് കേട്ട ഒരു സാക്ഷി മാത്രമേ ഉള്ളൂ. അയാളുടെ റോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ അതിലെ പോയ സമയത്ത് ഇങ്ങനെ ഒരു നിലവിളി കേട്ടു. എന്ത് നിലവിളി കേട്ടു? എന്നെ കൊല്ലല്ലേ എന്നുള്ള നിലവിളി കേട്ടു. ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ആ സമയത്ത് ഇന്ന സ്ഥലത്ത് നിന്ന് കേട്ടെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ നടന്നത് കൊലപാതകമാണ്. കൊല്ലാതെ ഒരു വ്യക്തി ഒരു കാരണവശാലും എന്നെ കൊല്ലില്ലേ എന്ന് വിളിച്ച് പറയില്ലല്ലോ. അപ്പൊ അത് സോ കണക്റ്റഡ് വിത്ത് ദ ഫാക്ട് ഇൻ ഇഷ്യൂ and so connected with the transaction and forms part of the same transaction. മരിച്ച വ്യക്തി അവിടെ ഇരുന്ന് വെറുതെ വിളിച്ച് പറഞ്ഞതല്ലല്ലോ,
എന്നെ കൊല്ലല്ലേ എന്ന് വിളിച്ച് പറഞ്ഞു. ഫോം പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ. ആ ട്രാൻസാക്ഷന്റെ പാർട്ടായിട്ടാണ് അത് ആ ഒരു നിലവിളി അവിടെ ഉണ്ടായത്. നമുക്കറിയാം, നമ്മൾ ചില കേസിൽ പ്രൂവ് ചെയ്യാറുണ്ട്. ആ ഒരു എന്താ പറയാ, ഞാൻ വീട്ടിൻ്റെ അകത്ത് ഇരിക്കുകയായിരുന്നു, അവിടെ നിന്ന് ഒരു കൂട്ടം നിലവിളി കേട്ടു. എന്താ അതിന്റെ അർത്ഥം? അവിടെ എന്തോ നടന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ വേറെ, അവിടെ നടന്നത് എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ, ഫാക്ടിൻ ഇഷ്യൂ. അത് പ്രൂവ് ചെയ്യാനായിട്ട് ഈ കൂട്ട നിലവിളി കേട്ടത് വളരെ റിലവന്റ് ആണ്. അങ്ങനെ ഒരു ഫാക്ട് അവിടെ നടന്നു, അല്ലെങ്കിൽ ആ കൂട്ട നിലവിളി അവിടെ ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അത് റിലവന്റ് ഫാക്ട് ആണ്. ഇനി മൂന്നാമത്തെ കാര്യം, ഈ ഒരു കണ്ട വ്യക്തി, അയാൾ കണ്ടിട്ട് അയ്യോ കൊല്ലല്ലേ എന്ന് അയാൾ വിളിച്ചത്. അപ്പൊ അയ്യോ കൊല്ലല്ലേ, അല്ലെങ്കിൽ അയ്യോ കൊല്ലുന്നേ ഓടിവായോ എന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. ഇത് സെക്ഷൻ 6 വരുമോ ഇല്ലെന്ന് നോക്കാം. അയാൾ എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞു? അയാൾ ആ കൊലപാതകം കാണുന്നു. അയാള് പ്രേതത്തെ കണ്ടിട്ട് വേറെ ഒന്നും അല്ലല്ലോ അയാള് വിളിച്ചു പറഞ്ഞത്. ആ ട്രാൻസാക്ഷന്റെ പാർട്ടായിട്ട്, ആ ട്രാൻസാക്ഷൻ മീൻസ് അവിടെ കൊലപാതകം അവിടെ നടന്നത് കൊണ്ട് അദ്ദേഹം ആസ് ടു ഫോം പാർട്ട് ഓഫ് ദി സെയിം ട്രാൻസാക്ഷൻ, അതിന്റെ പാർട്ടായിട്ട് കൊലപാതകത്തുമായിട്ട് കണക്ട് ചെയ്ത് അതിന്റെ പാർട്ടായിട്ടാണ് അദ്ദേഹം ആ ഒരു നിലവിളി അവിടെ ഉണ്ടായത്. ആ നിലവിളി കണ്ട വ്യക്തി, അയാളുടെ നിലവിളി റിലവന്റ് ആണ്. അങ്ങനെ ഒരു കൊലപാതകം അവിടെ നടന്നു, അത് കൊലപാതകമായിരുന്നു എന്ന് തെളിയിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ആ നിലവിളി, അയ്യോ അവിടെ കൊല്ലുന്നേ അല്ലെങ്കിൽ കൊല്ലല്ലേ എന്ന് വിളിച്ചു പറഞ്ഞത് ഒരു കണ്ട സാക്ഷിയുടെ ആ നിലവിളി റിലവന്റ്. പക്ഷെ നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് ഈ ഒരു നിലവിളി മാത്രം പ്രൂവ് ചെയ്യാനായിട്ട്, റിലവന്റ് ആയിട്ടുള്ള ഫാക്ട് അത്രയും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മർഡർ ഉണ്ടായി എന്നും ഉള്ളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലവന്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. അത് തെളിയിക്കാനായിട്ട് ഒരു സാക്ഷി സൈറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പകരം ഒരു സാക്ഷിനെ കിട്ടിക്കഴിഞ്ഞാൽ, അത് പ്രോസിക്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാക്ഷിയെ കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് എന്ത് ചെയ്യും? എല്ലാ റോളും കൂടെ അയാളുടെ തലയിലേക്ക് വെക്കും. കണ്ടതും കാണാത്തതും എല്ലാം കൂടെ അയാളുടെ തലയിലേക്ക്. അവസാനം ഇയാൾ കൂട്ടിക്കയറും, മൊത്തം ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും, കേസ് പോയി. ഇതാണ് കേസ്. എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ കഴിയുന്ന വെച്ചാൽ പ്രോസിക്യൂഷൻ കേസ് പോകാനുള്ള ഏറ്റവും വലിയ റീസൺ ഇതാണ്. ഒരു കണ്ട സാക്ഷി, ഇത് മാത്രമേ ഉള്ളൂ, കേട്ട സാക്ഷി ഇത്രയേ ഉള്ളൂ, വഴിപോക്കൻ കയറി വിളിച്ചിരുന്നു, ആ സാക്ഷിനെ സൈറ്റ് ചെയ്യാം. അയാളുടെ റോൾ എന്താണ്? ഞാൻ ആ സമയത്ത് അതിലേക്ക് പോയപ്പോൾ ഒരാൾ ഇങ്ങനെ നിലവിളിക്കുന്നത് കണ്ടു, അയ്യോ കൊല്ലല്ലേ, അയ്യോ കൊല്ലുന്നേ ഓടിവായോ രക്ഷപ്പെടുത്തു എന്നൊക്കെ വിളിക്കുന്നത് കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊലപാതകം നടന്നു എന്ന് തെളിയിക്കാനായിട്ടുള്ള ഒരു റിലവന്റ് ഫാക്ട് ആണ്. സോ കണക്റ്റഡ് വിത്ത് ദ ഫാക്ടിങ് ഇഷ്യൂ ആണ്. ദെൻ അടുത്തത് ക്വസ്റ്റ്യൻ ഏതാണ്? അയാൾ അത് കണ്ടില്ലായിരുന്നുവെങ്കിൽ അയാൾ ഒരുപക്ഷെ നിലവിളിക്കില്ലായിരുന്നു, അല്ലെ? അതുകൊണ്ടാണ് അത് ഫോം പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇയാളുടെ നിലവിളി, ഈ വഴിപോക്കിന്റെ നിലവിളി നമുക്ക് എങ്ങനെയാ പ്രൂവ് ചെയ്യാൻ സാധിക്കുക? ഒന്നുകിൽ അയാൾ തന്നെ വന്ന് പറയാം, ഞാൻ നിലവിളിച്ചിരുന്നു, സംഭവം കണ്ടിട്ട് ഞാൻ നിലവിളിച്ചിരുന്നു എന്ന് അയാൾക്ക് തന്നെ കോടതിയിൽ നിന്ന് പറയാൻ സാധിക്കും. സാധാരണ അങ്ങനെ ഒരു എവിഡൻസ് പോലീസ് കളക്ട് ചെയ്യാറില്ല, ഞാൻ നിലവിളിച്ചു എന്നൊരു സംഭവം കളക്ട് ചെയ്യാറില്ല. പകരം വേണമെങ്കിൽ പോലീസിന് അയാളുടെ നിലവിളി റിലവന്റ് ആണെന്ന് കണ്ടു, ആ നിലവിളി പ്രൂവ് ചെയ്യാനായിട്ട് വേറെ കേട്ട സാക്ഷിക്ക്, ഈ നിലവിളി കേട്ട സാക്ഷിയെ സൈറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ആ സാക്ഷി കോടതി കയറി എന്ന് പറയും, ഇത്ര മാത്രം, ഞാൻ ഈ ഒരു വ്യക്തി അവിടെ കിടന്ന് നിലവിളിക്കുന്ന കണ്ടേ ഉള്ളൂ, അല്ലെങ്കിൽ നിലവിളിക്കുന്നത് ഞാൻ കേട്ടേ ഉള്ളൂ, ഇങ്ങനെയാണ് നിലവിളിച്ചത്, അവിടെ കൊല്ലുന്നേ എന്ന് നിലവിളിച്ചു, അത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ. ഞാൻ പ്രത്യേകിച്ച് സെക്ഷൻ 6 ഞാൻ പറയാനായിട്ടുള്ള കാരണം, ഇത് ഹിയർസേ ആണോ? ഈ കേട്ട വ്യക്തി, കണ്ട സാക്ഷി, നിലവിളിച്ചത് കേട്ട വ്യക്തി സംഭവം കണ്ടിട്ടില്ല, മർഡർ കണ്ടിട്ടില്ല. ആ വ്യക്തി കണ്ട സാക്ഷി, കേട്ട വ്യക്തി വന്ന് ഈ നിലവിളിയെ കുറിച്ച് മാത്രം പറയുന്നത് ഹിയർസേ ആണോ? ഹിയർസേ ആണെങ്കിൽ അഡ്മിസിബിൾ അല്ല, സെക്ഷൻ 60 പ്രകാരം അഡ്മിസിബിളേ അല്ല. ഹിയർസേ ആണോ പറയാൻ കാരണം, ചില ടെക്സ്റ്റ് ബുക്കില്
സെക്ഷൻ 6 എന്ന് പറയുന്നത് എക്സെപ്ഷൻ ടു ഹിയർസേ എന്ന് എഴുതിയതായിട്ട് ഞാൻ വായിച്ചു. സെക്ഷൻ 6 എന്ന് പറയുന്നത് എക്സെപ്ഷൻ ടു ഹിയർസേ. ഹിയർസേ ആണ്, ബട്ട് അതിലെ ഒരു എക്സെപ്ഷൻ എന്ന് ചില ബുക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. സെക്ഷൻ 6 എടുത്ത് വായിച്ചു നോക്കും, പല ബുക്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെക്ഷൻ 6 എന്ന് പറയുന്നത് ഹിയർസേയുടെ എക്സെപ്ഷൻ ആണ്. ഒരിക്കലും സെക്ഷൻ 6 എന്ന് പറയുന്ന ഹിയർസേയുടെ എക്സെപ്ഷൻ അല്ല. ഇവിടെ ഏത് ഫാക്റ്റാണ് നമുക്ക് റിലവന്റ് ആയിട്ടുള്ളത്? നിലവിളി. അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിക്കും? കേട്ട വ്യക്തി ഡയറക്റ്റാ കേട്ടതാണ്. കേട്ട വ്യക്തി ഡയറക്റ്റ് ആയിട്ട് കേട്ട കാര്യം പറയുന്നത് ഒരിക്കലും ഹിയർസേ അല്ല. കൺഫ്യൂഷന്റെ യാതൊരു ആവശ്യമില്ല. ഒരു കേസിൽ ചീത്തവിളിയാണ് ഇഷ്യൂ 294B അല്ല APC 294B പ്രകാരം ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് ഒരു ഒബ്സിനിറ്റി അട്ടറൻസ് ഉണ്ടായി, ഒരു ചീത്ത വിളിച്ചു. ഇതെങ്ങനെയാ പ്രൂവ് ചെയ്യാൻ സാധിക്കുക? ചീത്ത വിളിച്ച വ്യക്തി ഒന്ന് കോടതി പറയൂ? ഇല്ല. അത് കേട്ട വ്യക്തി പറയും. അത് ഹിയർസേ ആണോ? അതുപോലെ തന്നെയാണ് ഇതും. നിലവിളിയാണ് ഇവിടെ നമുക്ക് റിലവന്റ് ആയിട്ടുള്ള ഫാക്ട്. ആ നിലവിളി ആരിലൂടെ പ്രൂവ് ചെയ്യാം? കേട്ട വ്യക്തിയിലൂടെ പ്രൂവ് ചെയ്യാം. അതൊരിക്കലും ഹിയർസേ അല്ല. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെക്ഷൻ 6 ഞാൻ പ്രത്യേകിച്ച് എടുക്കാനായിട്ടുള്ള കാരണം. നെക്സ്റ്റ് അതിലേക്ക് നോക്കാം. അയാള് ഈ കൊലപാതകം കണ്ടിട്ട് അയാൾ ആ സ്ഥലത്ത് നിന്ന് അയാൾ പേടിച്ചോടി, പാനിക്കായിട്ട് ഓടിപ്പോകുന്ന വഴിയിലേക്ക് കുറച്ച് ദൂരം ഓടിയിട്ട് അദ്ദേഹം ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ടും പറഞ്ഞു, അയ്യോ അവിടെ രാജൻ അവന്റെ ഭാര്യയെ വെട്ടിക്കൊല്ലുന്നേ. രാജൻ അവന്റെ ഭാര്യയെ വെട്ടിക്കൊല്ലുന്നേ. ഓടുന്ന വഴിയിൽ കണ്ട വ്യക്തിയോട് പറഞ്ഞു, രാജൻ അവന്റെ ഭാര്യയെ വെട്ടിക്കൊല്ലുന്നേ. ഇങ്ങനെ ഇയാൾ പറഞ്ഞ കാര്യം, രാജൻ അവന്റെ ഭാര്യയെ അവിടെ വെട്ടിക്കൊല്ലുന്നേ എന്ന് പറഞ്ഞ കാര്യം സെക്ഷൻ 6 വരുന്നു. 6 വരുമെങ്കിൽ ഫോംസ് പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും റിലവന്റ് ആണ്, അല്ലെങ്കിൽ റിലവന്റ് അല്ല. ഇവിടെയാണ് ഫോംസ് പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ എന്ന് മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ ഒരു ടെസ്റ്റ്, ഈ അയ്യോ രാജൻ അവന്റെ ഭാര്യയെ വെട്ടിക്കൊല്ലുന്നെന്ന് ഇയാൾ പറഞ്ഞത് ഫോംസ് പാർട്ട് ഓഫ് ദി ട്രാൻസാക്ഷൻ ആകണമെങ്കിൽ അവിടെ ഒരു ടെസ്റ്റ് അപ്ലൈ ചെയ്യും. ആ ടെസ്റ്റ് എന്താണെന്ന് വെച്ചാല്, ഇയാൾ ഈ സംഭവം പറഞ്ഞത് അയ്യോ രാജൻ അവന്റെ ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു എന്ന് പറയുന്നത് അയാൾ സ്റ്റിൽ അണ്ടർ ദ സ്ട്രെസ് ഓഫ് എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ ആ കണ്ട ആ പാനിക് മൊമെന്റിൽ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ആ ഒരു എക്സൈറ്റ്മെന്റ്, അയാൾ കണ്ടിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ പാർട്ടായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെക്ഷൻ 6. നേരെ മറിച്ച് അദ്ദേഹം വീട്ടിലേക്ക് ചെന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വൈഫിനോട് കാര്യം പറയാം, ഞാൻ ഇന്ന് അതിലേ വന്നപ്പോൾ ഞാൻ കണ്ടു രാജൻ അവന്റെ വൈഫിനെ വെട്ടിക്കൊണ്ടിരുന്നതാണ്. ഇതൊരിക്കലും സെക്ഷൻ 6 വരില്ല. കാര്യം അത് പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ അല്ല. പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ ആണെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റിൽ അയാൾ എന്തെങ്കിലും നടത്തുന്ന അറ്ററൻസ്, അത് മാത്രമാണ് സെക്ഷൻ 6 ഫോംസ് പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷനിലേക്ക് വരുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അയാള് ഇതൊക്കെ ഈ എക്സൈറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അയാൾ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അത് ഫോംസ് പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ. ഇവിടെയാണ് സെക്ഷൻ 6 അല്ലെങ്കിൽ ഈ ഫോംസ് പാർട്ട് ഓഫ് സെയിം ട്രാൻസാക്ഷന്റെ ഒരു എന്താ പറയാ, ഒരു ക്രൈറ്റീരിയൻ. നമുക്കത് ഫോംസ് പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ അയാൾ സാവകാശം ഒരു മൊഴി നൽകുകയാണെങ്കിൽ, ഒരാളോട് പറയാണ്, അതൊരിക്കലും വരില്ല. അതുപോലെ ഞാൻ പറഞ്ഞു നേരത്തെ അധികം ഓടിച്ചെന്നിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഒരു വീട്ടിൽ ചെന്നിട്ട് കുറച്ച് വെള്ളം വാങ്ങിച്ചു കൊടുത്തു. ഫോം പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ. എന്തുകൊണ്ട് അയാൾ ഓടിപ്പോയി വെള്ളം വാങ്ങി കുടിച്ചു? ഇത് കണ്ട് അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് അയാളുടെ ഒരു ആങ്സൈറ്റി കൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ പേടി കൊണ്ട് അയാൾ ഒരു വീട്ടിലേക്ക് ഓടിപ്പോയി കുറച്ച് വെള്ളം വാങ്ങി കുടിച്ചു. അയാൾ വെള്ളം വാങ്ങി കുടിച്ചത് റിലവന്റ് ആണ്.
എന്തുകൊണ്ട് അയാൾ വെള്ളം വാങ്ങി കുടിച്ചു? അയാൾ അത് കണ്ടിട്ടുണ്ട്. നേരെ മറിച്ച് അയാൾ ഒരു കടയിൽ പോയിട്ട് ജ്യൂസ് വാങ്ങി കുടിച്ചാൽ does not form part of the same transaction. ഒരിക്കലും അത് വരില്ല. ഓക്കെ, ഇനി ഈ പക്ഷികൾ പറന്നുപോയ, ഞാൻ ചോദിച്ചു നേരത്തെ, പക്ഷികൾ പറന്നുപോയത് ഫോംസ് പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ ആണോ? ആണ്. എന്തുകൊണ്ട് പക്ഷികൾ പറന്നുപോയി? അവിടെ വെടി ഒച്ച കേട്ടു. ആ വെടി വെച്ചിട്ടാണ് അവിടെ കൊലപാതകം നടന്നത്. അത് ഫോംസ് പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ ആണ്. വെടി, ശബ്ദം, ആ ശബ്ദത്തിന്റെ റിയാക്ഷൻ ആയിട്ട് പക്ഷികൾ പറന്നുപോയി. പക്ഷികൾ പറന്നുപോയത് സെക്ഷൻ 6 വരുന്ന കാര്യമാണ്. അത് നമുക്ക് പ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെയാണ് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഒരു പോയിസൺ കൊടുത്തിട്ട് വിക്ടിം അന്ന് മരിച്ചില്ല, പിറ്റേ ദിവസം ഒമിറ്റ് ചെയ്തു. ആ ഒമിറ്റ് ചെയ്ത് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുമോ? സെക്ഷൻ 6 പ്രകാരം ക്ലെയിം ആണോ? ആണ്. എന്തുകൊണ്ട് ഒമിറ്റ് ചെയ്തു? പോയിസൺ കഴിച്ചതുകൊണ്ട്. ഫോംസ് പാർട്ട് ഓഫ് ദി സെയിം ട്രാൻസാക്ഷൻ ആണ്. ഇവിടെ മർഡർ നടന്നത് പോയിസൺ കൊടുത്തിട്ടാണ് കൊലപാതകം ചെയ്തത്. ഇതാണ് സെക്ഷൻ 6 പ്രത്യേകത. അപ്പൊ നമുക്ക് തോന്നാം ഇത് ക്രിമിനൽ കേസിൽ മാത്രമേ സെക്ഷൻ 6 ആപ്ലിക്കേഷൻ, സിവിൽ കേസിലുണ്ട്. സിവിൽ കേസിൽ പറയുന്നെങ്കിൽ ഒരു ടെസ്റ്റേറ്റർ ഒരു വില്ല് എഴുതാനായിട്ട് പോയി, ഡോക്യുമെന്റ് റൈറ്ററിനെ കണ്ടിട്ട് അദ്ദേഹം വില്ല് എഴുതാനായിട്ട് പോയി. വില്ല് എഴുതാൻ പോയ സമയത്ത് ആ ഡോക്യുമെന്റ് റൈറ്ററിന്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ ഫോംസ് പാർട്ട് ഓഫ് ദി സെയിം ട്രാൻസാക്ഷൻ. അപ്പൊ ഈ വില്ലിന്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈ ഡോക്യുമെന്റ് റൈറ്റർക്ക് പറയാം, മൊഴി നൽകാം, വില്ല് എഴുതാൻ വന്ന സമയത്ത് ഇയാളെ ടെസ്റ്റേറ്റർ എൻ്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഫോംസ് പാർട്ട് ഓഫ് ദി സെയിം ട്രാൻസാക്ഷൻ. നേരെ മറിച്ച് ഈ ടെസ്റ്റേറ്റർ വില്ലൊക്കെ എഴുതിയതിനു ശേഷം വീട്ടിലേക്ക് ചെന്ന വൈഫിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും നൈബറിന്റെ അടുത്തോ ഈ കാര്യങ്ങൾ, വില്ല് എഴുതിയ കാര്യങ്ങളും ഇതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഡസ് നോട്ട് ഫോം പാർട്ട് ഓഫ് ദി സെയിം ട്രാൻസാക്ഷൻ. അപ്പൊ സിവിൽ കേസിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇനി ഇതില് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സെക്ഷൻ 6 സെക്ഷൻ 157 തമ്മിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. സെക്ഷൻ 157 നമുക്കറിയാം corroboration of testimony of a witness. ഒരു സാക്ഷിയുടെ ടെസ്റ്റിമണിയുടെ corroboration, ഫാക്ടിന്റെ corroboration അല്ല, സാക്ഷിയുടെ ടെസ്റ്റിമണിയുടെ corroboration by his or her former statement. അത് ഞാൻ ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ ഞാൻ അത് സെക്ഷൻ 6 സെക്ഷൻ 157 തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് ഒന്ന് പറഞ്ഞിട്ട് ഞാനിത് മതിയാക്കാം. സെക്ഷൻ 6 വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, റിലവൻസി ഓഫ് ഫാക്ട്സിൽ വരുന്നതാണ് സെക്ഷൻ 6. സെക്ഷൻ 147 എന്ന് പറയുന്നത് corroboration ഓഫ് ടെസ്റ്റിമണി ഓഫ് എ വിറ്റ്നസ്. അതാണ് അതിലെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് സെക്ഷൻ 6 പ്രത്യേകത എന്ന് പറയുന്നത് ഫാക്ട് ഇൻ ഇഷ്യൂവിന്റെ ഒരു പ്രോബബിലിറ്റി കാണിക്കുന്ന സംഭവമാണ് സെക്ഷൻ 6 എന്ന് പറയുന്നത്. ഫാക്ട് ഇൻ ഇഷ്യൂ പ്രോബബിൾ ആണോ അല്ലയോ എന്ന് കാണിക്കാനായിട്ട് കൊണ്ടുവരുന്നതാണ് സെക്ഷൻ 6 വരുന്ന കാര്യങ്ങൾ, റിലവന്റ് ഫാക്ട്സ് എന്ന് പറയുന്നത്. സെക്ഷൻ 157 പറയുന്നത് ഒരിക്കലും ഫാക്ട്സ് ഇൻ ഇഷ്യൂ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. കേസിന്റെ ഫാക്ട് ഇൻ ഇഷ്യൂ ആയിട്ടോ റിലവന്റ് ഫാക്റ്റുമായിട്ട് ഏതൊരു ബന്ധവുമില്ല. പകരം ഒരു സാക്ഷിയുടെ ടെസ്റ്റിമണി, ആ സാക്ഷി കോടതിയിൽ നൽകിയ മൊഴി കൊറോബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ മൊഴി കൊറോബറേറ്റ് ചെയ്യാൻ, ആ സാക്ഷിയുടെ ടെസ്റ്റിമണിയെ കൊറോബറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് സെക്ഷൻ 157. ഇതാണ് അതിലെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതില് ഞാൻ നേരത്തെ കണ്ടു, സ്റ്റേറ്റ്മെന്റ് സെക്ഷൻ 6 സ്റ്റേറ്റ്മെന്റ് ഒന്നും പെടില്ല. അട്ടറൻസ്, ക്രൈ, അതൊക്കെയാണ് സെക്ഷൻ 6 വരുന്നത്. പക്ഷെ സെക്ഷൻ 157 വരുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ്, ഫോർമൽ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള സെക്ഷൻ 6 സെക്ഷൻ 157 തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് വരുന്നത്. ഇനി ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവമുണ്ട്. സെക്ഷൻ 6 പറയുന്നുണ്ട്, സെക്ഷൻ 6 ഞാൻ ഒന്നുകൂടെ വായിക്കാം. സെക്ഷൻ 6 ലാസ്റ്റ് പാർട്ട് പറയുന്നുണ്ട്, whether they occurred at the same time and place or at different times and places.
Irrespective of the matter, whether that section 60 പറയുന്നത് whether they occurred at the same time and place or at different times or place. ട്രാൻസാക്ഷൻ നടന്ന സമയത്ത് ഉണ്ടാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ സമയത്ത് ഉണ്ടായിരുന്ന കാര്യമായിരിക്കാം. ഛർദിച്ചെന്ന് പറയുന്നത് വേറെ പിറ്റേ ദിവസമാണ്, അതും റിലവൻസിയിലേക്ക് വരുന്നുണ്ട്. ആൻഡ് ഡിഫറെന്റ് പ്ലേസ് ആവാം, അതേ പ്ലേസ് ആവാം. ഓക്കെ, ഇയാള് ഓടിപ്പോയിട്ട് ഇയാള് കുറെ ദൂരം ഓടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം അയാൾ അവിടെ ബോധം കെട്ട് വീണു, ഡിഫറെന്റ് പ്ലേസ് ആണ്. അതാണ് സെക്ഷൻ 6 പറയുന്നത്. പക്ഷെ സെക്ഷൻ 147 പറയുന്ന സംഭവമുണ്ട്. അവിടെയും ഈ ഒരു പ്ലേസിന്റെ സംഭവം, സോറി ടൈമിന്റെ സംഭവം പറയുന്നുണ്ട്. 147 ഞാൻ ഒന്ന് വായിച്ചിട്ട് പറയാം. സോറി 147 അല്ല, സോറി 157. Former statements of witness may be proved to corroborate later testimony as to same fact. This heading. Okay. In order to corroborate the testimony of a witness, any former statement made by such witness relating to the same fact at or about the time when the fact took place or before any authority legally competent to investigate the fact may be proved. വേറൊന്നുമില്ല, ഒരു സാക്ഷി. അപ്പൊ ഇതിലെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ്ലി ഒരു സാക്ഷിയുടെ ടെസ്റ്റിമണി ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് സാക്ഷി വിറ്റ്നസ് ആയിട്ട് കോടതിയിൽ മൊഴി നൽകിയിരിക്കണം. ഇവിടെ ആ മൊഴി, സപ്പോസ് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ചില കേസിൽ ഒരു വിറ്റ്നസ് മാത്രമേ കാണുള്ളൂ. എക്സാമ്പിൾ റേപ്പ് കേസ്, അങ്ങനെയുള്ള കേസിലൊക്കെ അതിൽ ഐ വിറ്റ്നസ് കാണാറില്ല. അപ്പൊ അവിടുത്തെ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ, റേപ്പ് കേസ്, ഓൾമോസ്റ്റ് എല്ലാ റേപ്പ് കേസിലും ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ സാക്ഷിയുടെ, ഈ വിക്ടിമിന്റെ മൊഴി റിലയബിൾ ആണോ, വിശ്വസിക്കാൻ സാധിക്കുമോ? കോടതിക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ ഒരിക്കലും ഒരു കോടതിക്ക് അതിൽ ഐ വിറ്റ്നസ് ഇല്ല, അതുകൊണ്ട് പ്രൂവ്ഡ് അല്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അവിടുത്തെ ഏക ക്വസ്റ്റ്യൻ കോടതിയുടെ കൺസിഡറേഷൻ വരുന്നത് ഈ സാക്ഷിയുടെ മൊഴി വിശ്വസിക്കാൻ സാധിക്കും. അപ്പൊ അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ആ സാക്ഷിയുടെ മൊഴിയെ കൊറോബറേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു, സാക്ഷിയുടെ മൊഴിയെ മാത്രമേ കൊറോബറേറ്റ് ചെയ്യാനായിട്ട് ഇത് പറയുന്നുള്ളൂ. ഒരു സാക്ഷിയുടെ മൊഴിയെ വേറൊരു സാക്ഷിയുടെ മൊഴി കൊണ്ട് കൊറോബറേറ്റ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു, പല ഇതിലും എഴുതി കാണുന്നുണ്ട്, ടെസ്റ്റിമണി ഓഫ് PW1 ഈസ് കൊറോബറേറ്റഡ് ബൈ ദ ടെസ്റ്റിമണി ഓഫ് PW2. തെറ്റാണ്, അങ്ങനെ ഒരു കൊറോബറേഷൻ ഇല്ല. ഫാക്ട് ഇൻ ഇഷ്യൂ കൊറോബറേറ്റ് ചെയ്യാം. ഒരു സാക്ഷിയുടെ മൊഴി നൽകിക്കൊണ്ട് ഒരു ഫാക്ട് ഇൻ ഇഷ്യൂ ആദ്യം പ്രൂവ് ചെയ്യാം. ആ ഫാക്ട് ഇൻ ഇഷ്യൂ വേറൊരു സാക്ഷിയുടെ മൊഴി കൊണ്ടിട്ട് അത് കൊറോബറേറ്റ് ചെയ്യാം. ഒരിക്കലും ഒരു സാക്ഷിയുടെ മൊഴിയെ വേറൊരു സാക്ഷിയുടെ മൊഴി കൊണ്ട് കൊറോബറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സാക്ഷിയുടെ മൊഴിയെ, ടെസ്റ്റിമണിയെ കൊറോബറേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനുള്ള ഏക പ്രൊവിഷനാണ് സെക്ഷൻ 157. അതെങ്ങനെയാന്ന് പറയുന്നുണ്ട്, ആ സാക്ഷിയുടെ തന്നെ ഫോർമർ സ്റ്റേറ്റ്മെന്റ്, ആ സാക്ഷിയുടെ മുൻ സ്റ്റേറ്റ്മെന്റ് മീൻസ് കോടതിയിൽ ടെസ്റ്റിമണി നൽകിയ സ്റ്റേറ്റ്മെന്റിന് മുന്നേ എപ്പോഴെങ്കിലും നൽകുന്ന സ്റ്റേറ്റ്മെന്റ് പ്രകാരം ആ കോടതിയിൽ നൽകുന്ന ടെസ്റ്റിമണിയെ കൊറോബറേറ്റ് ചെയ്യാം. അവിടെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ, എനി ഫോർമൽ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ സച്ച് വിറ്റ്നസ്, ആ സാക്ഷി തന്നെ പറഞ്ഞിരിക്കുന്ന ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. ഏത് ആയിരിക്കണം? റിലേറ്റിംഗ് ടു ദ സെയിം ഫാക്ട്, കോടതിയിൽ എന്താണോ ടെസ്റ്റിഫൈ ചെയ്തത് അതിനെ സംബന്ധിക്കുന്ന ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം, വേറെ കാര്യം ആവാൻ പാടില്ല. അറ്റ് ഓർ അബൌട്ട് ദ ടൈം വെൻ ദ ഫാക്ട് ടുക്ക് പ്ലേസ്, അതാണ് വൺ ഓഫ് ദ കണ്ടീഷൻസ്. ആ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് നൽകിയത് അറ്റ് ഓർ അബൌട്ട് ദ ടൈം വെൻ ദ ഫാക്ട് ടുക്ക് പ്ലേസ്. മറ്റേ ഇവിടെ സെക്ഷൻ 6 സെയിം പ്ലേസ് ഓർ ഡിഫറെന്റ് പ്ലേസ് ഓർ സെയിം ടൈം ഓർ ഡിഫറെന്റ് ടൈംസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ അതല്ല, അറ്റ് ഓർ അബൌട്ട് ദ ടൈം വെൻ ദ ഫാക്ട് ടുക്ക് പ്ലേസ്. അറ്റ് ഓർ അബൌട്ട് ദ ടൈം, ഫസ്റ്റ് ഓക്കെയാണ്. അറ്റ് ദ ടൈം, ഫാക്ട് നടന്ന സമയത്ത്. സപ്പോസ് ഒരു റേപ്പ് നടക്കുകയാണ്, ആ റേപ്പ് നടന്ന സമയത്ത് അവരൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് മീൻസ് ഒരു എന്താ പറയാ, മൊബൈലിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ്, എന്നെ ഇങ്ങനെ മോളസ്റ്റ് ചെയ്യാണ്, എന്നെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ അത് ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അറ്റ് ദ ടൈം ഓഫ് ദ ഓക്കറൻസ്, സംഭവം നടന്ന സമയത്ത് നൽകിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി പ്രൂവ് ടു കൊറോബറേറ്റ് ദ ടെസ്റ്റിമണി ഓഫ് ദ വിറ്റ്നസ്. ആ സാക്ഷി മൊഴിയെ കൊറോബറേറ്റ് ചെയ്യാനായിട്ട് ആ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. അറ്റ് ദ ടൈം വെൻ ദ ഫാക്ട് ടുക്ക് പ്ലേസ് ഓർ അബൌട്ട് ദ ടൈം
എബൌട്ട് ദ ടൈമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയാണ് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത്. എബൌട്ട് ദ ടൈം എന്ന് പറയുന്നത് ആ ഫാക്ടിന്റെ അല്ലെങ്കിൽ ആ സർക്കംസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞു ഒരു പോക്സോ കേസിൽ ഒരു പോക്സോ കുട്ടിയാണല്ലോ, ആ കുട്ടി സംഭവം നടന്നിട്ട് നേരെ അമ്മയോട് പറയുന്നു. അമ്മ സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് അമ്മയോട് പറയുന്നു. അപ്പം നോട്ട് അറ്റ് ദ ടൈം വെൻ ദ ഫാക്ട് ടേക്ക് പ്ലേസ്, ആ നടന്ന സമയത്തല്ല. ഇനി എബൌട്ടിന്റെ പരിധിയിൽ വരുമോ എന്നുള്ളതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അതില് ചെയ്ത ടെസ്റ്റ് ഇതായിരുന്നു, എബൌട്ട് ദ ടൈമിലേക്ക് വരുന്നുവെങ്കിൽ ആ കുട്ടി ആ എന്താ പറയാ ആ ഒരു സംഭവം നടന്ന ആ ഒരു എന്താ പറയാ കുട്ടിയുടെ മനസ്സിലേക്കുള്ള സ്ട്രെസ് നഷ്ടപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്മെന്റ്, ഒരു എംബലിഷ്മെന്റ് നടത്താനുള്ള സമയം കുട്ടിക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടല്ല. പക്ഷെ അതില് കുട്ടി ഒരുപാട് കാര്യങ്ങൾ നടന്നു. പക്ഷെ കുട്ടി അമ്മയോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ആ അങ്കിൾ എന്നെ കിസ് ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞു. ബാക്കി എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചു. പിന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ കുട്ടി പറയുന്നത്. അപ്പൊ ഇത് ആ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞത് ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് കുട്ടിയുടെ ടെസ്റ്റിമണിയെ കൊറോബറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എബൌട്ട് അറ്റ് നോട്ട് അറ്റ് ദ ടൈം, എബൌട്ടിലേക്ക് വരുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു എബൌട്ടിലേക്ക് വരുന്നുവെങ്കിൽ ഒരു എംബലിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്മെന്റിനുള്ള ഒരു സാധ്യത കാണാൻ പാടില്ല. പക്ഷെ ആ കേസിൽ ഒരു എംബലിഷ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ അതൊരു ഫോൾസ് ഒരു ഫാബ്രിക്കേഷനുള്ള സാധ്യത ഉണ്ടായി. കാര്യം ആ കുട്ടി എന്ത് മാത്രമേ പറഞ്ഞുള്ളൂ, എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല, വെറുതെ കിസ് ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞു. അപ്പൊ ആ കുട്ടിക്ക് സഫിഷ്യന്റ് ടൈം കിട്ടിക്കഴിഞ്ഞു തിങ്ക് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊരിക്കലും ഈ 157 പരിധിയിലേക്ക് പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അമ്മയോട് പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. ഓർ ബിഫോർ എനി അതോറിറ്റി ലീഗലി കോമ്പിറ്റന്റ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ഫാക്ട്. എനി അതോറിറ്റി ലീഗലി കോമ്പിറ്റന്റ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ഫാക്ട് മീൻസ് നമുക്കറിയാം നോർമലി അത് പോലീസ് ഓഫീസേഴ്സ് ആണ്. പോലീസ് ഓഫീസേഴ്സിന് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ആ സാക്ഷിയുടെ ടെസ്റ്റിമണിയെ കോറോബറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ അതിൽ അറ്റ് ഓർ അബൌട്ട് ദ ടൈമിന്റെ ഒരു പ്രസക്തി ഇല്ല. എപ്പോഴും നൽകുന്ന സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിലും കോറോബറേറ്റ് ചെയ്യാൻ സാധിക്കും. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം സെക്ഷൻ 162ന്റെ ബാർ ഇല്ലാതെ നോക്കുക. ഇത്രയാണ് സെക്ഷൻ 6ഉം സെക്ഷൻ 157 തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ മതിയാക്കട്ടെ. സമയം ഒരു മണിക്കൂറായിരുന്നു തന്നത്. 1 hour 30 minutes. 30 minutes. ഓക്കെ. അപ്പൊ ശ്രീനിവാസ് സാറേ, ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഈ സമയം ഉണ്ടോ പ്രമോദ്? നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 11 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ സാർ ഒരു 10 മിനിറ്റ് ഒന്ന്. ഓക്കെ. അറിയാന്നുള്ളതാണ് തീർച്ചയായിട്ടും പറഞ്ഞുതരാം. അറിയില്ലെങ്കിൽ തുറന്നു പറയും, അറിയില്ല എന്ന് പറയും. ഓക്കെ. എല്ലാം അറിയാൻ നിർബന്ധമൊന്നും എനിക്കറിയില്ല. അറിയാന്നുള്ളത് ഞാൻ പറയാം. ചോദിച്ചോളൂ. See, anybody wants to clear any doubts, please. സാറിന്റെ ക്ലാസ്സിന് വളരെ നന്ദിയുണ്ട്. ഇവിടുത്തെ ജഡ്ജി നല്ല ക്ലാസ്സാ, കണ്ടോ? നോക്കിങ്ങോട്ട് വന്നു. വെളുത്ത ഒരുത്തന് ഈ സംസാരത്തിലെല്ലാം ഒരു ചോദ്യങ്ങൾ ചോദിക്കുക. എക്സ്ക്യൂസ് മീ സാറേ. ചോദിച്ചോളൂ. ഹലോ സാർ. സാറേ, ഈ ഒരാള് സാറ് പാർട്ട് ഓഫ് ദി സെയിം ട്രാൻസാക്ഷൻ സാർ പറഞ്ഞല്ലോ, അതിനകത്ത് ഒരാളൊരു കൊല നടത്തിയിട്ട് വർഷങ്ങൾക്ക് ശേഷം അയാളുടെ ഒരു സുഹൃത്തിന്റെ അടുത്ത് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ സുഹൃത്തിന്റെ അടുത്ത് ഈ വിഷയം ക്ലിയർ ചെയ്യുന്നു. അത് പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ ആവത്തില്ലേ സാറേ? ഒരിക്കലും ആവില്ല. അതെങ്ങനെയാവാ? അത് പോലീസ് അങ്ങനെ കേസ് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരുപാട് കേസ് എടുത്തിട്ടുണ്ടല്ലോ സാറേ. അത് കൺഫെഷൻ അല്ലേ? അല്ലേ? കൺഫെഷന്റെ ബേസിസിലല്ലേ കേസ് എടുക്കാം. പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ അല്ല.
സാറേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് സാർ. ഓക്കെ. സാർ ഒരു 304A കേസില് വിക്ടിം മരണപ്പെടുത്തുന്നതിന് മുമ്പ് കൊടുക്കുന്ന മൊഴി അത് കോടതിയിൽ ചാർജ് ഷീറ്റ് വന്നു കഴിയുമ്പോൾ ഈ വിക്ടിം മരണപ്പെട്ടു പോയി. പിന്നീട് ഈ രണ്ടാം സാക്ഷി വന്നിട്ട് പറയാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ഇന്നയാളാണ് എന്നെ വണ്ടി ഇടിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന് രണ്ടാം സാക്ഷി പറഞ്ഞാൽ അതൊരു കേസിലേക്ക് പോകും അല്ലേ സാർ? കേസിലേക്ക് പോകും. അല്ലൊരു 32ന്റെ ഇത് വരുമോ എന്നുള്ളതാണ് സാർ, കൺഫെഷന്റെ ഇത് വരുമോ? 32ല് കോസ് ഓഫ് ഡെത്ത് ഈസ് ക്വസ്റ്റ്യൻ. കോസ് ഓഫ് ഡെത്ത് ഈസ് ക്വസ്റ്റ്യൻ അല്ലേ? അതെ സാർ, അതെ അതെ അതെ. കാരണം ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ഡൈൻ ഡിക്ലറേഷന്റെ പെർവിയിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കും. കോസ് ഓഫ് ഡെത്ത് അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നു എങ്കിൽ മാത്രമേ 32ന്റെ ഡൈൻ ഡിക്ലറേഷൻ ആപ്ലിക്കബിലിറ്റി ഉള്ളൂ. അപ്പൊ അത് ഡൈൻ ഡിക്ലറേഷൻ ആണോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്തുകൊണ്ട് മരിക്കാനായിട്ടുള്ള കാരണം, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് എപ്പോഴായാലും കുഴപ്പമില്ല. അത് ഡൈൻ ഡിക്ലറേഷന്റെ പെർവിയിലേക്ക് വരുള്ളൂ, സെക്ഷൻ 6ലേക്ക് വരില്ല. അത് ഒരു എവിഡൻസ് ആയിട്ട് സ്വീകരിക്കാൻ കോടതിക്ക്. ഡൈൻ ഡിക്ലറേഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സെക്ഷൻ 6 to 55 വരുന്നതിനല്ലേ, 32-ലല്ലേ? അതെ സാർ, അല്ല ഡൈൻ ഡിക്ലറേഷൻ സാർ, അതായത് ഇദ്ദേഹം മരണപ്പെടുന്നത് ചാർജ് ഷീറ്റ് വന്ന ശേഷമാണ്. മതി. കോസ് ഓഫ് ഡെത്തിനെ കുറിച്ചാണെങ്കിൽ അത് എപ്പോഴും ഒരു സംഭവമില്ല. നമ്മുടെ കോടതിയെല്ലാം വ്യക്തമാക്കിയതാണ്. കോസ് ഓഫ് ഡെത്തിനെ കുറിച്ചിട്ട് അയാൾക്ക് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ഡിക്ലറേഷൻ എപ്പോഴും വേണമെങ്കിൽ നൽകാം. പ്രോക്സിമിറ്റി ഓഫ് ദ ഡെത്ത് ആണെന്നോ ചോദിക്കുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ്, ചാർജ് വന്നതിന് ശേഷമാണ് മരണപ്പെടുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അത് ആക്കിയത്. അതെ അതെ, ചാർജ് ഓൾട്ടർ ചെയ്ത് അതിനുശേഷമല്ലേ? അതെ അതെ അതെ. ആദ്യം ചാർജ് ഷീറ്റ് കൊടുത്തു, 279 338 ഒക്കെ ചാർജ് ഷീറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മരണപ്പെട്ടു. അപ്പോഴാണ് ഓൾട്ടർ ചെയ്തിട്ട് 304A ആക്കിയത്. അപ്പൊ ആ ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം ഇത് ഈ വിക്ടിം നൽകിയ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? ആണല്ലോ. ആരോട് നൽകിയത്? ആരോടായിക്കോട്ടെ നൽകിയ ഒരു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് കോസ് ഓഫ് ഡെത്ത് അവിടെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനെ ഡൈൻ ഡിക്ലറേഷൻ അത്രേ ഉള്ളൂ. അതൊരിക്കലും സെക്ഷൻ 6ന്റെ പെർവിയിൽ വരില്ല. താങ്ക് യു സാർ. സാർ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ സാർ? ചോദിച്ചോളൂ സാർ. ഞാനിപ്പോ എൻറോൾ ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പം എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നിയാണ്. സാറ് സെയിം പാത്ത് ഓഫ് ദ വേ എന്ന് പറഞ്ഞില്ലായിരുന്നു? അല്ല, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ കേൾക്കുന്ന വ്യക്തി അല്ലെങ്കിൽ കാണുന്ന വ്യക്തി ഒരു അംഗവൈകല്യം അല്ലെങ്കിൽ ബുദ്ധിസ്ഥിരത അല്ലാത്ത ഒരാളാണ് ഇത് കാണുന്നതോ അല്ലെങ്കിൽ കേൾക്കുന്നതോ ആണെങ്കിൽ അത് ഈ കേസിന്റെ റെലവന്റ് ആയിട്ട് വരുമോ? ഇതെല്ലാം മറന്നേക്കുക. ഒരു സാക്ഷി ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ഒരു സാക്ഷിയായിട്ട് വന്നു കഴിഞ്ഞാൽ അയാളുടെ എവിഡൻസ് ഏത് രീതിയിൽ അപ്രീഷിയേറ്റ് എങ്ങനെ, അത് തന്നെ അയാളെ ഹീസ് കോമ്പീറ്റന്റ് ടു ടെസ്റ്റിഫൈ. സെക്ഷൻ 118 പ്രകാരം whether he is a person competent to testify, that is the first question to be decided by the court. അങ്ങനെ ഒരു വിറ്റ്നസ് ആണ് വരുന്നെങ്കിൽ അയാൾ കോമ്പീറ്റന്റ് ആണോ ടെസ്റ്റിഫൈ ചെയ്യാൻ, കോടതിയിൽ സാക്ഷി മൊഴി നൽകാൻ കോമ്പീറ്റന്റ് ആണെന്ന് കോടതി ഒരു ടെസ്റ്റ് നടത്തും അല്ലെ? താങ്കൾ പഠിച്ച സ്ഥിതിക്ക് ഓയർ ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. ആ ഓയർ ടെസ്റ്റ് നടത്തിയതിനു ശേഷം if the court finds that he is competent to testify, of course his evidence can be accepted. Okay sir, thank you. സാറിന്റെ ക്ലാസ് വളരെ ഇലസ്ട്രേറ്റീവ് ആണ്. സാറിൽ നിന്നും കൂടുതൽ ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ബാർ കൗൺസിൽ അതിന് വേദി ഒരുക്കുമെന്ന് തുടർന്ന് പ്രതീക്ഷിക്കുകയാണ്. സാറിന് ഒരുപാട് നന്ദിയുണ്ട്. സാർ കേൾക്കാവോ? സാർ പറഞ്ഞോളൂ. എന്റെ പേര് ദിവാകരൻ, അഡ്വക്കേറ്റ് ദിവാകരനാണ് സംസാരിക്കുന്നത്. ആർട്ടിക്കിൾ 20/3 സെൽഫ് ഇൻക്രിമിനേഷൻ ഉള്ളൊരു ക്ലോസ് ആർട്ടിക്കിളില്, അതായത് an accused has got the rights against self, not to
increment himself. Okay. In what way this article comes in way of police investigation, or the accused can take the shelter under this provision article. It's an article of the Constitution. So if you can possibly enlighten on us on next class, this is my suggestion only. In fact, I did not get to your It's very different from this subject, but I am suggesting and one more subject regarding Article 20/3. Okay. My suggestion only. Next class. Yes. In what way an advocate can take umbrella under this clause, and what way a judge will be able to overcome even in a murder case. For example, we have got one of the examples. I don't know whether I can quote it. One IAS officer took this advantage in not allowing himself to be tested for alcoholic. Hope you know the case where he has happened to, he is alleged to have killed one journalist. So Yes. how was this? Not for discussion today, but for next class or something. My suggestion only. So that is a matter, and I think before a court of law. Am I correct? Yes. No, First district court pending case. Pending is always pending. Srinath sir. That's not fair to discuss such Yes. a matter. Okay. no, but theoretically we can discuss. Theoretically, Okay. without quoting any incident for any case for that matter. Okay. Divaran sir, In please what way send your both suggestions to can the bar council. investigate. Srinath sir. Just sending the Yes. actual case. So the person will not be known also. I withdraw the statement. I'm No, just no. giving one Okay. example. Okay. So Advocate Divakaran, We- just send the we suggestion to understood the this. bar council. We'll take care of it. Okay. So we understood. Okay, sir. Okay.